പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കുറച്ചുകൂടി വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമക്കളെ, വചനം ശ്രദ്ധയോടെയും സ്നേഹത്തോടെയുമാണ് പരിശുദ്ധ വചനങ്ങൾ നമ്മൾ കേൾക്കുന്നത്. അച്ഛന് വേണ്ടി നിങ്ങൾ എപ്പോഴും പ്രാർത്ഥിക്കുകയും ചെയ്യണം. പ്രാർത്ഥിക്കുക. കൈ നെഞ്ചത്ത് വെച്ച് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ഞങ്ങളോട് സംസാരിക്കണമേ. അങ്ങയുടെ അഭിഷിക്തനിലൂടെ ഞങ്ങളോട് ഓരോരുത്തരോടും ഞങ്ങൾ ഓരോരുത്തരും അനുഭവിക്കുന്ന വ്യത്യസ്തങ്ങളായ സങ്കടകാരണങ്ങളോട് കർത്താവേ, നിന്റെ സമാശ്വാസ വചനങ്ങള് നൽകി അനുഗ്രഹിക്കണം. യേശുവേ സ്തോത്രം. പ്രിയമുള്ളൊരു അറിയിപ്പുണ്ട്. അതായത് ഈ ആരാധനയുടെ അഭിഷേകം കഴിഞ്ഞു വരുമ്പോഴാണ് ഈ ശുശ്രൂഷ തീരണത്. അതെപ്പോഴും ഓർത്തേക്കണം. ഈ ആരാധനയുടെ ആശീർവാദത്തിലാണ് ശുശ്രൂഷ തീരണത്. അല്ലെന്നുണ്ടെങ്കിൽ നേരത്തെ വീട്ടിൽ പോകാനുള്ള ഉദ്ദേശമുണ്ടെങ്കിൽ നിങ്ങൾ ശുശ്രൂഷയ്ക്ക് വരേണ്ട കാര്യമില്ല. കാര്യം ഇതിൻ്റെ മർമ്മം എന്ന് പറയുന്നത് ഈ ആരാധനയും വചന പ്രഘോഷണമാണ്. അങ്ങനെ വന്നാൽ തീർച്ചയായിട്ടും ഇപ്പോഴേ കൗൺസിലേഴ്സിനോട് പറഞ്ഞിട്ടുണ്ട്, അങ്ങനെയുള്ളവർക്ക് ഉടമ്പടി പാലിച്ചിട്ടില്ല, പുതുക്കി കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളിപ്പോൾ മദ്രാസിൽ നിന്ന് വന്നാലും ശുശ്രൂഷയ്ക്ക് മാറ്റമൊന്നുമില്ല. കാര്യം ഇപ്പോൾ ഈ ദിവസങ്ങളിൽ ഈ മാസം ട്രിച്ചിയിൽ നിന്ന് വണ്ടിയുണ്ടായിരുന്നു, കോയമ്പത്തൂരിൽ നിന്ന് വണ്ടിയുണ്ടായിരുന്നു. തമിഴ്നാടിൻ്റെ കൗൺസിലിംഗ് ശുശ്രൂഷ അതിശക്തമായി അമ്മ ആരംഭിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അകലെ നിന്നൊക്കെയുള്ള ആൾക്കാർ ശുശ്രൂഷയ്ക്ക് വരും. പക്ഷേ എവിടുന്ന് വന്നാലും ആ ഉടമ്പടി പ്രാർത്ഥന എന്ന് പറയുന്നത് രാവിലെ 10 മണിക്ക് തുടങ്ങി വൈകുന്നേരം 4:30 ആരാധനയോടെ അവസാനിക്കുന്ന സമ്പൂർണ്ണ പ്രാർത്ഥനയാണ്. സമ്പൂർണ്ണ പ്രാർത്ഥനയ്ക്ക് വണ്ടിയും ട്രെയിനൊക്കെ പറയുന്നെങ്കിൽ നിങ്ങൾ ഉടമ്പടി ചെയ്യേണ്ടെന്നേ ഞാൻ പറയത്തുള്ളൂ. ഉടമ്പടി ചെയ്യണത് ഉടമ്പടി പാലിക്കാൻ വേണ്ടിയാണ്. കാര്യം ലോകത്തൊരിടത്തും അമ്മ ഉടമ്പടി കൊടുത്തിട്ടില്ല. നിങ്ങളീ സാക്ഷ്യങ്ങൾ കേട്ടില്ലേ? നമ്മൾ ഒരിക്കലും സ്വപ്നം പോലും കാണാത്ത സാക്ഷ്യങ്ങളാണ് അമ്മ പറയിപ്പിക്കുന്നത്. അതിൻ്റെ ഞാനിരുന്ന് വിസ്മയിക്കണത്, നിങ്ങളിപ്പോൾ ഈ കൂട്ടായ്മയ്ക്കല്ല വന്നത്. ഇപ്പോൾ ഈ സെപ്റ്റംബർ മാസം തുടങ്ങിയിട്ട് എത്ര ഒന്നാം ചൊവ്വാഴ്ച കഴിഞ്ഞു, 2-ാം ചൊവ്വാഴ്ച കഴിഞ്ഞു, 3-ാം ഞായറാഴ്ച കഴിഞ്ഞു, 4-ാം ചൊവ്വാഴ്ച. ഇത് തന്നെയാണ് നിരന്തര സാക്ഷ്യങ്ങൾ. പണ്ട് 1-ാം ചൊവ്വാഴ്ചക്ക് മാത്രമാണ് സാക്ഷ്യങ്ങളുണ്ടായിരുന്നത്. ഇന്നിപ്പോഴേ 4 സാക്ഷ്യങ്ങൾ, 40 50 വെച്ചുള്ള 4 സാക്ഷ്യങ്ങൾ കഴിഞ്ഞു ഈ മാസം. എല്ലാം ഇതേ ക്വാളിറ്റിയാണ്. കഴിഞ്ഞ മെനയെന്ന് പറഞ്ഞ സാക്ഷ്യം ഒരു മുസ്ലിം ഫാമിലി എന്ന് പറഞ്ഞതാണ്. ഭാര്യയും ഭർത്താവും കൂടി ഒരാൾത്താരെ കയറി പറഞ്ഞ സാക്ഷ്യമാണ്. അതായത് മകൾക്ക് എപ്പിലെപ്സി, ഹിസ്റ്റീരിയയോ മാനസികമോ അവർക്ക് തന്നെ അറിയാൻ പോലെ എന്താണ് രോഗമെന്ന് അറിയത്തില്ല. അവരെവിടെയെല്ലാം പോയി എന്തെല്ലാം പൈസ മുടക്കി അതെല്ലാം ഇതിൽ ശുശ്രൂഷ ചെയ്തതെന്നൊക്കെ അവരെല്ലാം വിശദീകരിക്കുന്നുണ്ട്. അവസാനം അമ്മ സന്നിധാനത്തിൽ വന്നപ്പോൾ ഉടമ്പടി പോലും ചെയ്യാനുള്ള സമയമില്ല. കാര്യം ആ മകള് കൂട്ടത്തിൽ നിന്നാണ് പ്രാർത്ഥിക്കുക. ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്. അപ്പോൾ ഈശോയോട് പറഞ്ഞു, 10-ാം ദിവസം നീ സുഖം പ്രാപിക്കുമെന്ന് പറഞ്ഞു. പിന്നെ ഭർത്താവ് സാക്ഷ്യം പറഞ്ഞതിന് ശേഷം പിന്നെ അവൾ തന്നെ ബൈക്ക് മേടിച്ച് ആ മകള് തന്നെ സാക്ഷ്യം പറഞ്ഞു. രണ്ടുപേരും ഒരുമിച്ച് പറഞ്ഞു. ആ 10-ാം ദിവസം തന്നെ കർത്താവ് അവളെ പൂർണ്ണമായി സുഖപ്പെടുത്തി. അപ്പം അവർ സാക്ഷ്യം പറഞ്ഞിട്ടേ അടങ്ങത്തുള്ള രീതിയിലാണ് അമ്മ അൾത്താരയിൽ അനുവാദം പോലും മേടിക്കാതെ കയറി വന്ന് സാക്ഷ്യം പറഞ്ഞത്. അവിടെ സാക്ഷ്യം ഇന്നലെയാണ് യൂട്യൂബിൽ ഇട്ടിരിക്കുന്നത്. ഇന്ന് ഈ നേരത്തോട് നേരമായി, ഇന്നലെ ഈ സമയത്ത് ഇട്ടതാണ് നമ്മുടെ ഫേസ്ബുക്കിൽ. നേരത്തോട് നേരമായപ്പോൾ അത് കണ്ടിരിക്കുന്ന ആൾക്കാർ 85,000 പേരാണ് കണ്ടിരിക്കണം.
നിങ്ങൾ ഉടമ്പടി പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ കുറച്ച് നേരം പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ട് പ്രത്യക്ഷീകരണ പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ കുറച്ച് നേരം മൗനമായിട്ട് പ്രാർത്ഥിക്കണം. എന്താ കാര്യം എന്നറിയാവോ? അമ്മ ഇത്രയും വലിയ മിറക്കിൾ സംഭവിക്കുന്നതിൻ്റെ കാരണം ഈ സമയഘടികാരം നെഞ്ചത്ത് വെച്ചാൽ അമ്മ ലോകത്ത് പ്രത്യക്ഷപ്പെട്ടത്. അപ്പോൾ സമയത്തിൻ്റെ മേലും ലോകത്തിലും തന്നെ സമയങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ സമയം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു, സമയമായിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ബൈബിളിൻ്റെ പ്രധാനപ്പെട്ട പ്രമേയമാണത്. അപ്പോൾ അനുതാപത്തിൻ്റെ സമയമാണ്, വിശുദ്ധീകരണത്തിൻ്റെ സമയമാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ വലിയ സന്ദേശം ഈ സമയത്തിലൂടെ അമ്മയ്ക്ക് ലോകത്തിന് കൊടുക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ സാർവത്രിക സഭ ഈ പ്രത്യക്ഷീകരണം ഏറ്റെടുക്കണം. അതുകൊണ്ടാണ് അച്ഛൻ പറഞ്ഞത് ആ പ്രത്യക്ഷീകരണ പ്രാർത്ഥന എന്ന് പറയണതാണ്. നിങ്ങൾക്കറിയാവോ ഉടമ്പടി പ്രാർത്ഥനയുടെ മർമ്മം എന്ന് പറഞ്ഞാൽ എന്താ? ഉടമ്പടി പ്രാർത്ഥനയല്ല, അത് നമ്മൾ സന്ധ്യയ്ക്ക് ചെല്ലേണ്ടതാണ്. അത് നിങ്ങൾ ഉടമ്പടി ചെയ്തതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗമാണ്. അത് മനുഷ്യൻ്റെ ഭാഗത്തു നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥനയാണ്. കാര്യം നമ്മൾ ചെയ്ത ഉടമ്പടി കാര്യങ്ങൾ നിറവേറ്റാനുള്ള അറ്റാച്ച്മെൻറ്റ് പ്രെയറാണത്. അതായത് സന്ധ്യക്ക് പ്രാർത്ഥിക്കുന്ന പച്ചത്തിരി പ്രാർത്ഥന അറ്റാച്ച്മെൻറ്റ് പ്രെയറാണ്. എന്ന് വെച്ചാൽ നിൻ്റെ ഒരു കുടുംബ വിഷയത്തിന് വേണ്ടി ബാക്കി ഉടമ്പടി ചെയ്തിരിക്കുന്ന എല്ലാവരുടെയും ആരാധനയെ നിൻ്റെ ആവശ്യത്തെ ആ ആരാധനയുമായി അറ്റാച്ച് ചെയ്യണം ആ പ്രാർത്ഥന. എന്നുവെച്ചാൽ നീ ഒറ്റക്കല്ല ആ ഉടമ്പടി പ്രാർത്ഥിക്കണത്. നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കൃപാസനത്തിൽ പ്രാർത്ഥിക്കുന്ന 10,000 നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അതാണ് ആ ഉടമ്പടിയുടെ പവർ എന്ന് പറയണത്. നമ്മൾ ഒറ്റക്കലല്ല പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെ രീതിയിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷേ ഉടമ്പടി വിശ്വസ്തത നിശ്ചയിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെളുപ്പിനെയുള്ള പ്രാർത്ഥനയാണ്. പല ആൾക്കാർക്ക് അബദ്ധം പറ്റിയിരിക്കുന്നത് അവിടെയാണ്. വെളുപ്പിനെയുള്ള പ്രാർത്ഥന എന്ന് പറയുന്നത് മാക്സിമം കൂടിപ്പോയാൽ 6 മണി കഴിഞ്ഞാൽ പ്രാർത്ഥിക്കാൻ അനുവാദമില്ല. 6 മണി കഴിഞ്ഞ് പ്രാർത്ഥിച്ചു പോയാൽ അത് പകൽ പ്രാർത്ഥനയായി മാറി. 5:30 മണിക്കാണ് ആ പ്രാർത്ഥന നടത്തേണ്ടത്. 5:30 മണിക്ക് പ്രാർത്ഥന നടത്താൻ പറ്റിയില്ലെങ്കിൽ മാക്സിമം ആ പ്രാർത്ഥന കണ്ടിന്യൂ ചെയ്യുന്നത് 6 മണി വരെയാണ്. 6 മണി 6:01 പ്രാർത്ഥിക്കാൻ അനുവദിക്കത്തില്ല. കാര്യം നീ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ചെയ്തിരിക്കുന്ന ഉടമ്പടിയാണത്. അതിൻ്റെ ഏറ്റവും മർമ്മം പ്രത്യക്ഷീകരണ പ്രാർത്ഥനയാണ്. അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷീകരണം സാർവത്രിക സഭ പഠന വിഷയമായി ഏറ്റെടുത്തിട്ട് അതിൻ്റെ സത്യാവസ്ഥ ലോകത്തോട് പ്രഖ്യാപിക്കണം. അത് ജോസഫ് അച്ഛൻ പ്രഖ്യാപിച്ചാൽ ശരിയാകത്തില്ല. ജോസഫ് അച്ഛൻ്റെ വിഷയമല്ലത്, കൃപാസനത്തിൻ്റെ വിഷയമല്ലത്. അത് സാർവത്രിക സഭയുടെ പൊതുവിഷയം, ആഗോള പ്രശ്നമാണ്. അത് പരിശുദ്ധ പിതാവാണ് ആ വിഷയം ഏറ്റെടുക്കേണ്ടത്. അതിനാണ് ഇത്രയും പ്രാർത്ഥന ആവശ്യമായി വരണത്. എത്ര വർഷം പ്രാർത്ഥിക്കേണ്ടി വരുമെന്ന് നമുക്കറിയില്ല. പക്ഷേ എൻ്റെ മക്കൾ അതാണ് പ്രാർത്ഥനയെന്നറിയണം. ആ നീലത്തിരി കത്തിച്ചുള്ള പ്രത്യക്ഷീകരണ പ്രാർത്ഥന 5:30 മണിക്ക് 5:30 മണിക്ക് ആ പ്രാർത്ഥന നടക്കണം. മാക്സിമം കൂടിപ്പോയാൽ നിങ്ങൾക്ക് 6 മണി വരെ തരും. അത്രയേ ഉള്ളൂ. പിന്നെ നേരം വെളുത്തുപോയി. അപ്പം അതുകൊണ്ട് ആ പ്രാർത്ഥന മുടങ്ങിയ അത് മുടക്കമാണ്. ഉടമ്പടിയോട് കാണിക്കണ കാര്യം ഉടമ്പടി വിശ്വാസത്തിൻ്റെ പ്രാർത്ഥനയല്ല, ഉടമ്പടി വിശ്വസ്തതയുടെ പ്രാർത്ഥനയാണ്. അതിൻ്റെ ഓരോ കാര്യങ്ങളും കാരുണ്യപ്രവൃത്തി, പ്രേക്ഷിത പ്രവർത്തനം, ലോകസുവിശേഷവൽക്കരണം, വിശ്വാസത്തെ പ്രവൃത്തി കൊണ്ട് സാധൂകരിക്കുന്ന കാരുണ്യപ്രവൃത്തികൾ, വ്യക്തിയെ വിശുദ്ധി നിലനിർത്തുന്ന വിശുദ്ധീകരണ പ്രാർത്ഥനകൾ, അതാണ് നമ്മൾ 6 പ്രാർത്ഥനാ രീതികളുണ്ട്, 6 നിയോഗങ്ങളുണ്ട്. അതെല്ലാം കണ്ണിൽ എണ്ണയും ഒഴിച്ച് കൃത്യമായിട്ട് പാലിച്ചുകൊണ്ട് പോയി ഒരു വിശ്വാസി 1 മാസം കൊണ്ട് വേദസാക്ഷിയായി മാറും. വിശ്വാസി 1 മാസം കൊണ്ട് വേദസാക്ഷിയായി മാറും. 1 മാസം ഉടമ്പടി കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് തന്നെ ഒരു ആധ്യാത്മികമായ കാഴ്ചപ്പാട്, ഞാൻ ഈശോയിൽ വളർന്നിരിക്കുന്നു, ഈശോയിൽ ഞാൻ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു, ഈശോയിൽ ഞാൻ ശക്തീകരിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് ഈ ഉടമ്പടി ചെയ്ത ആളിന് ആന്തരിക ബോധ്യം കിട്ടിയില്ലെങ്കിൽ
അവർ ഉടമ്പടി പുതുക്കാൻ നിൽക്കരുത്. മനസ്സിലായില്ലേ? ഒരു കാര്യം സത്യസന്ധമായിട്ട് ഉടമ്പടി ചെയ്യണമെങ്കിൽ 1 മാസം കൊണ്ട് ഉടമ്പടി ചെയ്യണ വ്യക്തി ഒരു വേദസാക്ഷിയുടെ തിഷ്ഠതയുണ്ടാകും. ഉടമ്പടി ചെയ്യുന്ന വ്യക്തിക്ക് ആന്തരിക വിശുദ്ധി അവർ ഫീൽ ചെയ്യും. അതുകൊണ്ട് ശക്തി അവർക്ക് ലഭിച്ചതായിട്ടും അവൾ മുമ്പത്തേക്കാൾ 10 ഇരട്ടി മുന്തിയ നിലവാരമുള്ള സുവിശേഷ സാക്ഷിയായി ദൈവത്തിൻ്റെ പൈതലായിട്ട് മാറിയതായിട്ട് തോന്നും. ഇതല്ലാതെ പിന്നെ ഓരോ ചട്ടപ്പടി ഓരോ കാര്യം യാന്ത്രികമായിട്ട് ചെയ്ത് കൂട്ടിയിട്ട് ദൈവമായിട്ട് ബന്ധമില്ല, ഏതാണ്ടൊക്കെ കാണിച്ചു കൂട്ടിയെന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ പുതുക്കാൻ വന്നാൽ ഇനി പുതുക്കി കിട്ടത്തില്ല. എന്താ കാരണം? നിങ്ങൾക്ക് തന്നെ ഒരു ആന്തരിക ബോധ്യം ഉണ്ടാകണം. നിങ്ങളത് മെക്കാനിക്കലായിട്ട് ചെയ്യുന്നുണ്ട് പല ആൾക്കാരും. നമുക്ക് ഈ കൗൺസിലിംഗ് വരുമ്പോൾ എങ്ങനെയുള്ള പിശാചുക്കളെ കൗൺസിലിംഗ് വരുമ്പോൾ അറിയാൻ പറ്റും. ഇത് മെക്കാനിക്കലായിട്ട് ചെയ്തിരിക്കണത്, ആന്തരികമായിട്ട് ഇവർക്ക് ബന്ധമില്ല ഇതുമായിട്ട്. ഇവിടെ പഴയ പിശാച് തന്നെയാണോ, ഇവൻ പഴയ ആൾ തന്നെയാണ്. കാര്യം കാണാൻ വേണ്ടി അതാണ്ടൊക്കെ കോപ്പറേറ്റീവരെ കാണിച്ചിട്ട് കെട്ടിയെടുത്ത് വന്നിരിക്കുകയാണ്. അല്ലാതെ ദൈവവുമായിട്ട് ബന്ധമില്ല. ഉടമ്പടി ചെയ്യുന്ന മുമ്പ് ഈ പിശാച് എന്തായിരുന്നു അത് തന്നെയാണ്. ഇപ്പം കുറച്ച് പ്രാർത്ഥന ചെയ്തെന്നല്ലാതെ വേറെ കഥയൊന്നുമില്ലെന്ന് നമുക്ക് തൊടുമ്പോൾ അറിയാൻ പറ്റും. ഞാൻ പിന്നെ അവിടെ വെച്ച് ഞാൻ ദേഷ്യപ്പെടാത്തതിൻ്റെ കാരണം അടുത്ത ആൾ ഉടമ്പടി ചെയ്ത് ഭംഗിയായിട്ടാണ് വന്നിരിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ ദേഷ്യം അവരുടെ അരൂപിയെ ബാധിക്കണ കാരണം അവരെ സേവ് ചെയ്യണ കൊണ്ടാണ് ഞാൻ നിന്നോടൊന്നും പറയാത്തത്. അല്ലാതെ നിൻ്റെ ഉടമ്പടി അംഗീകരിച്ചത് കൊണ്ടല്ല. നമുക്ക് തൊടുമ്പോൾ അറിയാൻ പറ്റും സാധനത്തിൻ്റെ ടൈപ്പാണെന്ന്. ആ പഴയ നാത്തുമ്പോരായിട്ട് തന്നെ ഇരിക്കുന്നു. അയൽവാസിയോട് വൈരാഗ്യം തന്നെ ആയിരിക്കുന്നു. തമ്മിലുള്ള മിണ്ടാണ്ടിരിക്കുന്ന അവസ്ഥ ഒരു മാറ്റവും ഈ പണ്ടാടത്തിനില്ല. പാക്കനാർ കാശി പോയ പോലെയുള്ള അവസ്ഥയാണ്. പാക്കനാർ കാശി പോയപ്പോൾ അയാൾ എടുത്ത് ചടക്കാരും മുൻകോപക്കാരും കലഹക്കാരനും അയാളുടെ ഭാര്യ അത്ര ടൈപ്പായിരുന്നു. അപ്പോൾ ആ കഥ ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വിഷയത്തിൽ മാറിപ്പോകും. ഒന്ന് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, കരകളുയർത്തിക്കൊണ്ട് ശ്രദ്ധിക്കട്ടെ. കർത്താവായ ദൈവമേ, വലിയ ബോധ്യങ്ങൾ, ഉടമ്പടിയെക്കുറിച്ചുള്ള ബോധ്യങ്ങളാൽ കർത്താവേ ഞങ്ങളുടെ ജീവിത മേഖലകൾ, കർത്താവ് ഉടമ്പടിയായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ, കർത്താവെ പരമപ്രധാന വിശ്വസ്തതയാണെന്ന് അങ്ങ് ഞങ്ങളുടെ വചനത്തിലൂടെ അഭിഷേക ആരാധനയിൽ ബോധ്യപ്പെടുത്തി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, തീക്ഷ്ണതയോടെ ഉടമ്പടി പാലിക്കാൻ കർത്താവിന്റെ കൃപയാൽ വിശ്വസ്തത പാലിക്കാൻ എന്നെ സഹായിക്കണമേ. അതായത് എൻ്റെ മക്കളുടെ മനസ്സിലുണ്ടാകണം ഇവിടെ കേൾക്കുന്ന കാര്യങ്ങളില്ലേ, IELTS, ജോലി, എമിഗ്രേഷൻ, സ്ഥല വിൽപ്പന, ഇങ്ങനെ എന്തെല്ലാം ഒരു മനുഷ്യന് ഈ ഭൂമി അനുഭവിക്കുന്ന സമ്പൂർണമായ സകല സാഹചര്യങ്ങൾക്ക് എല്ലാം ഉപോത്ബലമായ പരിഹാരമാണ് ആൾക്കാരെ സാക്ഷ്യത്തിൽ അനുഭവിച്ച് പറയണത്, അല്ലേ? അപ്പോൾ നമ്മുടെ ഈ മണ്ണ്, അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ട മണ്ണിൽ പരിഹാരമില്ലാത്ത ഒരു കാര്യമില്ല. അച്ഛനെന്താ ഇത്രയും കർക്കശമായിട്ട് പറയണത്? ആരുണ്ടെങ്കിലൊക്കെ എന്തെങ്കിലും ഇപ്പം ഞങ്ങളെപ്പോഴും ഇവിടെ ഇല്ല. തന്നെയല്ലേ ഇവിടെ ഭയങ്കര തിരക്കാണ്. ഈ കൗൺസിലിങ്ങിനൊക്കെ പണ്ട് ഞാൻ ഒരാളെ വെക്കത്തുള്ളായിരുന്നു, ഒരാൾക്ക് ഒരു കൗൺസിലർ, അങ്ങനെയായിരുന്നു. ആൾ കൂടിയപ്പോൾ ആൾക്കാർ ബഹളം ഉണ്ടാക്കാൻ തുടങ്ങി. ഞങ്ങൾക്ക് വീട്ടിൽ പോകണം എന്ന് പറയുമ്പോഴാണ് ഇപ്പോൾ 6 പേരെ വെച്ചിരിക്കുന്നത്. ഒരു കൗൺസിലിൻ്റെ അടുത്ത് 6 പേരാണ് വരണത്. എല്ലാം ഇങ്ങനെ അടിപ്പുറത്ത് അവിടെ ഇരിക്കണ പോലെ നോക്കിയിരിക്കണ കാണാം. ഒന്നും വെറുതെ കൗൺസിൽ അതൊക്കെ പറയുന്നുണ്ട്. ക്ലർക്കുമാരെ പോലെ അവരിതുപോലെ അതൊക്കെ ഉപ്പിട്ടൊക്കെ കൊടുക്കുന്നുണ്ട്. അവർ കാര്യം കുറച്ച് കഴിയുമ്പോൾ അവർക്കും മടുക്കും. കാര്യം മടുക്കല്ല, ടയർഡാവും. ഇതിൻ്റെ അകത്തിരുന്ന ചൂടല്ല ഭയങ്കര. ഓരോരുത്തരപ്പോൾ ഇത് ഭയങ്കര തിരക്കുമാണ്. അപ്പം ഇതുകൊണ്ടാണ് അച്ഛൻ വളരെ കർക്കശമായിട്ട് സംസാരിക്കുന്നത്. കാര്യം ഉടമ്പടി വെടിപ്പായിട്ടും മെനയായിട്ട് ഭംഗിയായിട്ട് ചെയ്യുന്നവർക്ക് ഈ നിമിഷം വേണ്ടല്ല, ഉടമ്പടി എടുക്കാമെന്ന് ചിന്തിച്ചവർ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട് ഇവിടെ. ഉടമ്പടി എടുക്കാമെന്ന് വീട്ടിൽ ചിന്തിച്ചപ്പോൾ തന്നെ അനുഗ്രഹം തുടങ്ങി. കാര്യം അത് എടുക്കുമെന്ന് അമ്മയ്ക്കറിയാവുന്ന കൊണ്ടാണ്. ഉടമ്പടി എടുക്കാമെന്ന് വീട്ടിലിരുന്നത് തീരുമാനിച്ചാൽ മതി. അപ്പം തന്നെ ആ സമയം പോലെ തന്നെ ആ വിഷയത്തിൻ്റെ മേൽ അനുഗ്രഹം ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇപ്പം നിങ്ങളെ കിട്ടിയിരിക്കുന്ന അവസരത്തിൽ ഇതുപോലൊരു അവസരം ഇനി കിട്ടത്തില്ല. അതുകൊണ്ട് എൻ്റെ മക്കൾ ഇത് അച്ചിട്ടായിട്ട് ഭംഗിയായിട്ട് നിർവഹിച്ച്, പിന്നെ നമ്മൾ എടുക്കേണ്ട രണ്ടാമത്തെ തീരുമാനം എന്ന് പറയുന്നത് ഉടമ്പടി എടുത്ത് ഇപ്പം 6 കാര്യം ഈ പ്രാവശ്യം ആയപ്പോൾ ഇപ്പോൾ വന്ന് കാണുന്നൊരു വിഷയം, പണ്ട് ഉടമ്പടി എടുത്ത് ഒരു കാര്യമൊക്കെയാണ് നടക്കുന്നത്. ഇപ്പം അങ്ങനെയില്ല. 3 മാസത്തിനുള്ളിൽ ഞാൻ
ഒരു നേരത്തെയൊക്കെ ഒരു 2-3 മാസം മുമ്പൊക്കെ ഒരു 3 കാര്യങ്ങൾ നടക്കും. ഇപ്പോഴൊക്കെയാണ് സാക്ഷ്യം എന്ന് വെച്ചാൽ 6 കാര്യങ്ങൾ നടക്കുകയാണ്. 6 കാര്യങ്ങൾ നടക്കുന്ന ഒരു 4 പേരെങ്കിലും അല്ലെങ്കിൽ 3 പേരെങ്കിലും സാക്ഷ്യം പറയുന്നുണ്ട്. എന്നോട് അമ്മ ആദ്യം പറഞ്ഞത് 1 കൊല്ലത്തിനുള്ളിലാണ് 6 കാര്യം നടക്കേണ്ടത്. 1 കൊല്ലത്തിനുള്ളിലാണ് നടക്കേണ്ടത്. കാര്യം അങ്ങനെയാണ് അതിൻ്റെ ഘടന കിടക്കുന്നത്. 3 മാസം കൂടുമ്പോഴാണ് അതിൻ്റെ ഉടമ്പടി പുതുക്കണത്. 3 മാസം കൂടുമ്പോഴാണ് ഉടമ്പടി പുതുക്കണത്. അതിനുള്ളിൽ പ്രാർത്ഥന മുടങ്ങിപ്പോക വരണം ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഉടമ്പടി പുതുക്കണത് ലാഗ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം നിങ്ങൾ വിചാരിക്കരുത് 3 പ്രാവശ്യം പ്രാർത്ഥന കൂടിയിട്ടുണ്ട്, 3 പത്രത്തിൻ്റെ കാർഡുണ്ടല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ജൂൺ, ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ മാസം പ്രാർത്ഥന കൂടിയില്ല. സെപ്റ്റംബർ മാസം പ്രാർത്ഥന കൂടാതെ ഓഗസ്റ്റ് മാസം വന്നിട്ട് പറയുകയാണ് 3 മാസത്തെ കാർഡുണ്ടെന്ന് പറഞ്ഞാൽ പുതുക്കത്തില്ല. എന്താ കാര്യം? ഉടമ്പടി ബ്രേക്കായി. ഉടമ്പടി 1 കൊല്ലത്തെ പ്രാർത്ഥനയല്ലേ? ഉടമ്പടി 1 കൊല്ലത്തെ പ്രാർത്ഥനയല്ലേ? ഇപ്പം 3 മാസം പ്രാർത്ഥന കൂടിയതിന് ശേഷം സെപ്റ്റംബർ മാസം വന്നില്ല, പിന്നെ ഒക്ടോബർ മാസം പുതുക്കാൻ വന്നാൽ പുതുക്കി കിട്ടത്തില്ല. എന്താ കാര്യം? ഉടമ്പടി ബ്രേക്കായി. ഉടമ്പടി ബ്രേക്കായെങ്കിൽ പിന്നെ കറക്റ്റായിട്ട് ആ ബ്രേക്ക് മാറ്റാതെ പിന്നെ പുതുക്കി തരത്തില്ല. വളരെ ശ്രദ്ധിച്ച് വേണം. കാര്യം ഇതിൻ്റെ പേര് ഉടമ്പടി എന്നാണ്. കാര്യം ഞങ്ങളിതിനെ വിലയിരുത്തണത് എവിടെയെങ്കിലും വാദരോഗം കാണിച്ചിട്ടുണ്ടെങ്കിൽ വാദം മൊത്തം ഉണ്ടാകുന്നതിൻ്റെ അർത്ഥം. വാദത്തിനൊരു കുഴപ്പമുണ്ടല്ലോ. വാദം വന്നു പോയാൽ കൃത്യമായിട്ട് കൈയും കാര്യം കൃത്യമായിട്ട് കണ്ടാലും വാദം പലയിടത്ത് കയറി പിടിക്കും. അതുപോലെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഉഴപ്പ് വന്നിട്ടുണ്ടെങ്കിൽ ആ ഉഴപ്പ് പലയിടത്ത് വന്ന് കാണും. ഇപ്പോൾ ഒരു മാസത്തെ പത്രമില്ലെന്ന് വിചാരിച്ചോ, അപ്പോൾ പ്രേക്ഷിത പ്രവർത്തനം മുടങ്ങി. പ്രേക്ഷിത പ്രവർത്തനം മുടങ്ങിയിട്ടുണ്ടെങ്കിൽ കാരുണ്യ പ്രവൃത്തി നേരത്തെ മുടങ്ങിക്കാണും. പ്രേക്ഷിത പ്രവർത്തനം മുടങ്ങിയ ആളിനോട് കാരുണ്യ പ്രവൃത്തി ഉടനെ ചോദിച്ചിരിക്കും. അപ്പോൾ അവർ ബബ്ബ അടിക്കും. പ്രേക്ഷിത പ്രവർത്തനം മുടങ്ങിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാരുണ്യ പ്രവൃത്തി അതിനേക്കാൾ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് അതിന് മുമ്പ് മുടങ്ങിക്കാണും. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ മുടങ്ങിയിരിക്കുന്ന ആൾക്കാർ അച്ഛനെ കാണാൻ ഇടിച്ചതിൽ കയറാൻ വേണ്ടി ഉടമ്പ് പുതുക്കാൻ വേണ്ടി വന്നാൽ പുതുക്കി കിട്ടത്തില്ല. ആ ദിവസവും ആ വണ്ടിക്കാച്ചും പോയതാണ്. അപ്പം അതുകൊണ്ട് ഇന്ന് തന്നെ കാര്യം എപ്പോഴും മനസ്താപ്രകരണം ചൊല്ലി ഉടമ്പടി എപ്പോഴും നവീകരിച്ചുകൊണ്ടിരിക്കണം. കാര്യം ദൈവത്തോട് ചെയ്ത ഉടമ്പടിയാണെന്ന് ആ ബോധ്യം ഉണ്ടായാൽ നമ്മൾ മനസ്താപ്രകരണം ചൊല്ലി ദൈവത്തോടാണ് ജീവിക്കണ, ദൈവത്തോടാണ് ഞാൻ ഉടമ്പടി ചെയ്തിരിക്കണതെന്ന് വളരെ ബോധ്യമുള്ള ആൾക്കാരല്ലേ സാക്ഷ്യം പറയണത്. അവിടെ സാക്ഷ്യം കേൾക്കുമ്പോൾ അറിയാൻ പറ്റുമല്ലോ. സാക്ഷ്യം കേൾക്കുമ്പോൾ അറിയാൻ പറ്റും. ഉടമ്പടി ഒരു ബന്ധമാണ് ദൈവത്തോടുള്ള. ആ ഉടമ്പടി ഞാൻ എടുത്തെന്ന് പറയുമ്പോൾ ദൈവവും ഞാനും തമ്മിൽ ഉടമ്പടിയാണ്. പണ്ടൊരു ചേച്ചി സാക്ഷ്യം പറഞ്ഞില്ലേ, ആങ്ങളെ പട്ടി കടിച്ചെന്ന് പറഞ്ഞു. പട്ടി കടിച്ചല്ലത്, വണ്ടി ഇടിച്ചെന്ന് പറഞ്ഞു. വണ്ടി ഇടിച്ചെന്ന് വിളിച്ച് പറഞ്ഞപ്പോൾ ഉടനെ അവൾ പറയുകയാണ് അവനൊരു ചുക്കും സംഭവിക്കത്തില്ല. കാര്യം എന്താണ്? അവന് വേണ്ടി ഞാൻ കഴിഞ്ഞ ആഴ്ച ഉടമ്പടി എടുത്തതാണ്. അതാ വണ്ടി തലക്കിട്ടാണ് ഇടിച്ചിരിക്കണത്. അവൻ പോലും അറിയാതെ ആങ്ങളയ്ക്ക് വേണ്ടി കെട്ടിച്ചു വിട്ട പെങ്ങൾ ഉടമ്പടി എടുക്കാൻ വേണ്ടി വന്നപ്പോൾ ഉടമ്പടി എടുക്കാൻ വേണ്ടി കെട്ടിച്ചിട്ട പെങ്ങൾ ഉള്ള കാര്യം പറയാൻ വേണ്ടി വന്നപ്പോൾ ആങ്ങളുടെ പേരും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിൻ്റെ അകത്ത്. അവനറിയത്തില്ല. ഇവൾ പ്രാർത്ഥിക്കുന്നുണ്ട് സന്ധ്യയ്ക്കും പകലുമൊക്കെ. പക്ഷേ വണ്ടി ഇടിച്ച് കഴിഞ്ഞപ്പോൾ ഉടനെ എടുത്ത വായിക്കാൻ പറഞ്ഞതാണ്. എന്താണ്? അവനൊരു ചുക്കും സംഭവിക്കത്തില്ല. കാര്യം എന്താ? അവന് വേണ്ടി ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ട്. ആ ഒരു ബോധ്യം ഉണ്ടാകണം നമുക്ക്. അതുകൊണ്ട് എന്താ, തലക്ക് വണ്ടി ഇടിച്ചിട്ട് പോലും ആളെ കൂളായിട്ട് ഒരാഴ്ചക്കുള്ളിൽ അവൾ ആശുപത്രിയിൽ നിന്ന് കൊണ്ടുപോകുന്നു. ഉടമ്പടി ഒരു ബന്ധമാണ്. നമുക്ക് ദൈവമായിട്ടുള്ള ഒരു ഉറപ്പായ ബന്ധം. നമുക്ക് ദൈവമായിട്ടുള്ള ഉറപ്പായ ബന്ധം എന്ന് പറയുമ്പോൾ ആ ബന്ധത്തിന് നമുക്ക് സാക്ഷിയായി നിൽക്കുന്നത് ആരാ? മധ്യസ്ഥമായിട്ട് നിൽക്കുന്നത് ആരാണ്? പരിശുദ്ധ അമ്മയാണ്. ആ ഒരു ബോധം നമുക്കുണ്ടാവണം. ആ ബന്ധത്തിന് സാക്ഷിയാകാൻ ഈ ഭൂമിയിൽ നിനക്ക് ദൈവത്തോടുള്ള ബന്ധത്തിന് മധ്യസ്ഥം വഹിക്കാനും സാക്ഷിയാകാനും അമ്മയ്ക്ക് മാത്രമേ കഴിയത്തുള്ളൂ. കാര്യം അമ്മയെ നമ്മുടെ ഭൗതിക സാഹചര്യങ്ങൾ ദൈവം ഏൽപ്പിച്ചിരിക്കുകയാണ്. കാര്യം എന്താ? ദൈവം ആത്മാവാണ്. അപ്പം നമ്മൾ യോഹന്നാൻ 1:24 വായിക്കണത് എന്താ? ദൈവം ആത്മാവാണ്. അപ്പം ആത്മാവായ ദൈവത്തിന് പാപത്തിന് പരിഹാരം ചെയ്യാൻ എന്ത് വേണം? ശരീരം വേണം. അതാണ് റോമലേഖനം പറയണത് അവൻ പാപത്തിന് ശരീരത്തിന് ശിക്ഷ വിധിച്ചെന്ന്.
അപ്പം മനുഷ്യൻ ദൈവത്തോട് ചെയ്ത പാപത്തിന് പരിഹാരമായി, ശരീരത്തിൽ ചെയ്ത പാപത്തിന് പരിഹാരമായി ദൈവം ആ പാപത്തിന് പരിഹാരം ചെയ്യാൻ മനുഷ്യൻ്റെ ശരീരം എടുക്കുക. ദൈവത്തോടുള്ള സമാധാനം മുറുകെ പിടിക്കേണ്ട കാര്യമായി പരിഗണിക്കാതെ ദാസനായി മരണത്തോളം കുരിശുമരണത്തോളം തന്നെ താഴ്ത്തിക്കൊണ്ട് ശരീരത്തിൽ ദൈവം നമ്മൾ വാങ്ങിക്കേണ്ട ശിക്ഷ ഈശോ ശരീരത്തിൽ ഏറ്റുവാങ്ങിച്ചിരിക്കുകയാണ്. അങ്ങനെ ശരീരത്തിൽ ശിക്ഷ ഏറ്റുവാങ്ങിച്ചുകൊണ്ട് ഒരു വീണ്ടെടുപ്പ് നടക്കണമെന്നുണ്ടെങ്കിൽ ശരീരം വേണം. ആ ശരീരം ആര് കൊടുക്കും? ദൈവമാണ് ശരീരം കൊടുക്കുന്നത്. ദൈവത്തിന് ശരീരമുണ്ട്. അതുകൊണ്ട് ആ ശരീരം അമ്മ കൊടുക്കും. അമ്മ ദൈവത്തിന് ശരീരം കൊടുത്തു കഴിഞ്ഞപ്പോൾ അതിൻ്റെ പേരാണ് ബിഹോൾഡ് ദ ഹാൻഡ്മെയ്ഡ് ഓഫ് ദി ലോർഡ്. ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് അമ്മയുടെ ശരീരം ദൈവത്തിന് വേണ്ടി കൊടുത്തപ്പോൾ അവിടെ ദൈവം ശരീരമെടുത്ത്, അമ്മയിൽ നിന്ന് ശരീരമെടുത്ത്. അപ്പോൾ രക്ഷാകര സംഭവത്തിൻ്റെ പകുതി പങ്കാളിത്തം ആരുടേതാണ്? പരിശുദ്ധ അമ്മയുടേതാണ്. രക്ഷാകര സംഭവത്തിൻ്റെ പകുതി പങ്കാളിത്തം പരിശുദ്ധ അമ്മയുടേതായപ്പോൾ അമ്മ നിർണായകമായ ശക്തിയായി മാറി. അതുകൊണ്ടാണ് മനുഷ്യൻ്റെ ഭൗതിക സാഹചര്യങ്ങളിലെ അമ്മയ്ക്ക് നിർണായകമായ ശക്തി ലഭിക്കുന്നത്. മനുഷ്യൻ്റെ ഭൗതിക സാഹചര്യങ്ങളിൽ കല്യാണത്തിന് വീഞ്ഞില്ലെങ്കിൽ, കല്യാണത്തിന് സ്വർണ്ണമില്ലെങ്കിൽ, കല്യാണത്തിന് സ്ഥലമില്ലെങ്കിൽ, കല്യാണത്തിന് വീടില്ലെങ്കിൽ, കല്യാണത്തിൻ്റെ പരുവക്കേടില്ലെങ്കിൽ, ഭൗതിക സാഹചര്യങ്ങളുടെ പോരായ്മ ഉണ്ടെങ്കിൽ, അങ്ങനെ എന്തെല്ലാം ഭൗതികമായ പോരായ്മ മനുഷ്യർക്കുണ്ടോ ആ മനുഷ്യരെല്ലാം ഭൗതികമായ പോരായ്മകൾ പരിഹരിക്കുന്നതിന് വേണ്ടി ദൈവത്തിൻ്റെ തിരുസന്നിധി മനുഷ്യർക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കാനുള്ള ആദ്യത്തെ അവസാനത്തെയും ആളായി അമ്മയെ ഉയർത്തിക്കൊണ്ട് അമ്മയ്ക്കത് മനസ്സിലാക്കി പരിശുദ്ധാത്മാവ് ആ ജ്ഞാനവരത്തെ മനസ്സിലാക്കിയപ്പോഴാണ് അമ്മയ്ക്ക് മനസ്സിലായത് ഈ വീട്ടിൽ വീഞ്ഞില്ലെന്നുണ്ടെങ്കിൽ, ഈ വീട്ടിൽ കുടുംബനാഥിന് അപമാനം ഉണ്ടാകാൻ പോകണമെങ്കിൽ, ഈ ഭൂമിയിൽ ഈ മനുഷ്യന് വേണ്ടി കർത്താവിൻ്റെ തിരുസന്നിധി മധ്യസ്ഥം വഹിക്കാൻ വേണ്ടി എന്നെയാണ് ദൈവം ചുമതലപ്പെടുത്തിയിരിക്കുന്നതെന്നുള്ള ആന്തരികമായ ബോധ്യം പരിശുദ്ധാത്മാവ് അമ്മയ്ക്ക് കൊടുത്തപ്പോഴാണ് അമ്മ ഈശോയുടെ അടുത്ത് എന്ന് പറഞ്ഞത് അവർക്ക് വീഞ്ഞില്ലെന്ന് പറഞ്ഞത്. കാനായിലെ കല്യാണത്തിലാണ് അങ്ങനെ ഒരു തീരുമാനം ഈശോ എടുത്തിരിക്കുന്ന. കാരണം അനുഗ്രഹത്തിന് സമയവും സ്ഥലവും ആവശ്യമുള്ളത് കാരണം സ്ഥലം അമ്മ ഫിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോഴേ ഈശോ ചോദിച്ചു, ഇനി സമയത്തിൻ്റെ കാര്യം, സമയവും ഇത് തന്നെയാണെന്ന് അമ്മ നിശ്ചയിച്ചു കഴിഞ്ഞപ്പോൾ സമയം ഈശോ മാറ്റിയില്ല. അങ്ങനെ ഈ ഒരു ഭൂമിയിൽ ഭൗതികമായ സാഹചര്യത്തിൽ ഒരു അനുഗ്രഹത്തിന് രണ്ട് സാഹചര്യങ്ങൾ വേണം. അതൊന്ന് സ്ഥലമാണ്, ഒന്ന് സമയമാണെങ്കിൽ രണ്ടും ഫിക്സ് ചെയ്യാൻ പരിശുദ്ധ അമ്മയ്ക്ക് അധികാരം കൊടുത്തുകൊണ്ടാണ് പുതിയ നിയമം, യേശുവിൻ്റെ പരിശുദ്ധ ജീവിതം, രക്ഷാകര സംഭവം അമ്മയിലൂടെ ആരംഭിക്കുന്നത്. അമ്മയിലൂടെ ആരംഭിച്ച പരിസ്ഥിതി ജീവിതത്തിൻ്റെ അന്ത്യകാലം വരുമ്പോൾ അമ്മ അത് പൂർത്തിയായി കഴിഞ്ഞപ്പോൾ യേശു എല്ലാം പൂർത്തിയാകുമെന്ന് പറയുന്ന മുമ്പ് യേശു പറഞ്ഞു, ഇതാ എല്ലാം പൂർത്തിയായിരിക്കുന്നു, ഇനി എന്നെ ഞാനാക്കി രക്ഷണീകൃത്യം പൂർത്തിയാക്കാൻ വേണ്ടി മധ്യസ്ഥം വഹിച്ച ശരീരം തന്നെ അമ്മ തന്നെ നിങ്ങൾക്കും ഞാൻ തിരിച്ചു വരുന്നവരെ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും, ഇതാ നിൻ്റെ അമ്മ. കൈയടിച്ച് കിടന്നാണ്. അപ്പോൾ അമ്മയുടെ മധ്യസ്ഥതയിലാണ് നമ്മൾ ഉടമ്പടി ചെയ്തിരിക്കണമെന്ന് എൻ്റെ മക്കൾ മനസ്സിലാക്കിയിട്ട് അമ്മ ഒരു കാര്യം മാത്രം നമ്മോട് ആവശ്യപ്പെടുന്നത്, ഈശോയുടെ വചനം പോലെ നമ്മൾ ജീവിക്കണമെന്ന്. ഉടമ്പടി കാലം മുഴുവനും ഈശോൻ്റെ വചനം പോലെ നമ്മൾ ജീവിക്കേണ്ട കാലമാണ്. പക്ഷെ ഒരു പ്രശ്നം ഇതിലുണ്ട്. എന്താ ഉള്ള പ്രശ്നം? നമ്മൾ ഉടമ്പടി കാലം കഴിയുമ്പോൾ, ഇപ്പോഴൊരു ചേട്ടൻ വന്ന് സാക്ഷ്യം പറഞ്ഞില്ലേ, എന്താ സാക്ഷ്യം പറഞ്ഞ? സാക്ഷ്യം ഞാൻ പറഞ്ഞു പോയി. ഞാൻ ഇങ്ങനെ ജസ്റ്റ് വന്നപ്പോൾ കേട്ടുപോയതാണ്. ആ ചേട്ടൻ സൗഖ്യപ്പെട്ടതിന് ശേഷം വണ്ടി വാങ്ങിച്ച് ഓടാൻ പോയിട്ട് ബ്ലേഡുകാർ വന്ന് ആ വണ്ടി പോയി ഇടിച്ചെന്നൊക്കെ പറഞ്ഞില്ലേ അല്ലേ? അപ്പോൾ ആ ചേട്ടന് തോന്നി, അയ്യോ ഞാൻ വന്ന് ഈശോയോട് നന്ദി പറയേണ്ടതായിരുന്നല്ലോ എന്ന് പറഞ്ഞില്ലേ. ആ രോഗം എന്ന് പറഞ്ഞാൽ എന്നാ കിഡ്നി ട്രബിളാ മറ്റേ അല്ലായിരുന്നു അതിലേ അല്ലേ? കിഡ്നി ട്രബിൾ എന്ന് പറഞ്ഞാൽ 2 കിഡ്നിയും പോയ കേസ് കെട്ടാണത്. 2 കിഡ്നിയും പോയി കഴിഞ്ഞാൽ ഡയാലിസിസ് ആരംഭിക്കേണ്ടതാണ്. അപ്പോൾ 3 പോയിൻ്റ് അല്ലെങ്കിൽ ഒരു 4 പോയിൻ്റ് സംതിങ് എങ്കിലും ഉണ്ടാകും, 6 പോയിൻ്റ് വരെ ഉണ്ടാകും ക്രിയാറ്റിൻ. അപ്പോഴാണ് ഡയാലിസിസ് ആരംഭിക്കുന്നത്. അപ്പം അത്രയും മോശമായ കിഡ്നി, വീർത്ത കിഡ്നിയാണ്. ഡയാലിസിസിൻ്റെ അവസരങ്ങൾക്ക് അറിയാമല്ലോ, കാശിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. പക്ഷെ കിഡ്നിക്ക് പകരം വേറെ യന്ത്രം വെച്ച് നമ്മുടെ രക്തം ശുദ്ധീകരിക്കുന്ന പരിപാടിയാണ് ഡയാലിസിസ് എന്ന് പറയുന്നത്. അതിന് നിശ്ചയിച്ച ആളാണ്.
അത് നിശ്ചയിച്ച് കഴിയുമ്പോൾ അമ്മ മണ്ണിൽ ഇത് വന്നെത്തി. അമ്മ ആ കിഡ്നിയിലൊന്ന് തൊട്ട്. അപ്പോൾ ഡയാലിസിസ് ചെയ്തത് ആരാണ്? അമ്മയാണ്. കൈയിടിച്ച് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്. അപ്പോഴേ സാക്ഷ്യം പറഞ്ഞ ആൾക്കാരെ സാക്ഷ്യം പറയാനിരിക്കുന്ന ആൾക്കാരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതായത് നിങ്ങൾ ഓർക്കരുത് പാലം കയറുവോളം നാരായണ. അതാണ് പ്രശ്നം. ഇതെല്ലാം കഴിഞ്ഞു വെച്ചാൽ വീണ്ടും നിങ്ങളെ പഴയ രീതിയിലേക്ക് പോയി കഴിഞ്ഞാൽ ദൈവത്തിനറിയാൻ ചില ആൾക്കാർ അങ്ങനെ ചെയ്യുമെന്ന്. നന്ദിയില്ലാത്ത നിറവില്ലാത്ത വർഗം അങ്ങനെ ചെയ്യുമെന്നറിയാം. കർത്താവിൻ്റെ കൃപയിൽ ജീവിക്ക് ജോലി വാങ്ങിക്കുന്നവരെ, രോഗം സുഖപ്പെടുന്നവരെ ഇങ്ങനെ ഒരു വേഷം കെട്ടി പത്തിയുടെ വേഷം അണിഞ്ഞുകൊണ്ട് നടക്കും. ഇതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ വീണ്ടും പഴയ ആളാകും. അങ്ങനെ പഴയ ആളായി കഴിഞ്ഞാൽ ദൈവം അങ്ങനെ പഴയ ആളാകുന്ന ആൾക്കാരെക്കുറിച്ച് കർത്താവിൻ്റെ വചനത്തിലുണ്ട്. പട്ടി ഛർദ്ദിച്ച് തന്നെ പിന്നെ തിന്നണമെന്ന് പറയും. 2 പത്രോസിൻ്റെ ലേഖനത്തിൽ 2:20 വന്നിരിക്കണം. നായ ഛർദ്ദിച്ച് തന്നെ പിന്നെ തിന്നും. കുളിച്ച പന്നി ചെളി കിടന്നുരുളും. അതായത് ഒരിക്കൽ പ്രകാശം ലഭിച്ചതിന് ശേഷം, ദൈവരാജ്യത്തിൻ്റെ ശക്തി അറിഞ്ഞതിന് ശേഷം ആ മനുഷ്യൻ വീണു പോയാൽ ബൈബിള് ഹെബ്രായർ 4:6, 2 പത്രോസ് 2:20 രണ്ടും ഒരു വാക്കാണ്. ഒരിക്കൽ പ്രകാശം ലഭിക്കുകയും ആ വ്യക്തി വീണു പോകുകയും ചെയ്താൽ വീണ്ടും മദ്യപാനവും യക്ഷണിയും പരദൂഷണവും പകയും വിദ്വേഷവും ചതിയും അഹങ്കാരവും മുൻകോപവും കലഹവും ഭിന്നതയൊക്കെ ആയിട്ട് പഴയ ജഡിക മനുഷ്യനായി കഴിഞ്ഞാൽ പട്ടി എന്നാണ് വിളിക്കണ ദൈവം. മനുഷ്യനെന്ന് വിളിക്കത്തില്ല. പിന്നെ പട്ടി ഛർദ്ദിച്ചത് തന്നെ പിന്നെയും തിന്നണമെന്ന്. പണ്ട് ഛർദ്ദിച്ച് കളഞ്ഞ തിന്മകളെ പിന്നെയും തിന്നും. പട്ടിയാണ് ഛർദ്ദിൽ തിന്നണത്. നീ ഉപേക്ഷിച്ച മ്ലേച്ഛകൃതകൾ പിന്നെ നീ എടുത്ത് അണയുകയും പഴയ വ്യക്തിയായി മാറിക്കഴിഞ്ഞാൽ അവൻ്റെ അന്ത്യസ്ഥിതിയെക്കുറിച്ച് പറയുന്നുണ്ട്. അത് പൗലോസും പറയും, പത്രോസും പറയും, ഹെബ്രായർ 4:6 പറയും. അതുപോലെ തന്നെ 2 പത്രോസ് 2:20 പറയും. എന്താണ്? അവൻ്റെ അന്ത്യസ്ഥിതി ആദ്യത്തിനേക്കാൾ മോശമായിരിക്കുമെന്ന്. സ്തുതിയുടെ ഹല്ലേലൂയ. ഹെബ്രായ ലേഖനം 6:4 ഒരിക്കൽ പ്രകാശം ലഭിക്കുകയും ഏറ്റു പറഞ്ഞ് ഒരിക്കൽ പ്രകാശം ലഭിക്കുകയും സ്വർഗീയ സമാനം ആസ്വദിച്ചറിയുകയും പരിശുദ്ധാത്മാവിനാൽ പങ്കുകാരാവുകയും ദൈവവചനത്തിന്റെ നന്മയും വരാനിരിക്കുന്ന യുഗത്തിന്റെ ശക്തിയും രുചിച്ചറിയുകയും ചെയ്തവർ വീണു പോവുകയാണെങ്കിൽ അവരെ അനുതാപ പുനരാനയിക്കുക അസാധ്യമാണ്. അപ്പം ഇനി നിങ്ങൾ വീണ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ തിരിച്ചു കൊണ്ടുവരാൻ പാടായിരിക്കും എന്നതിൻ്റെ അർത്ഥം. അതുകൊണ്ട് തന്നെയാണ് പത്രോസ് സ്തുതിക്കട്ടെ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കരങ്ങളുയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. എല്ലാവരും കരങ്ങളുയർത്തി സ്തുതിക്കട്ടെ. കർത്താവായ ദൈവമേ സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. കർത്താവേ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ശക്തി നിറയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദിവ്യക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യത്തെ ഓർത്ത് നന്ദി പറയുന്നു. ആമേൻ. സ്തോത്രം. കൈയടിച്ച് പാടാം. പാവനാത്മാവേ മുള്ളുകൾ നിറയും എൻ മരുഭൂവിൽ പാപങ്ങളേറെയുള്ള എൻ ജഡത്തിന്മേൽ തീടുക. വീണ്ടും ശുദ്ധി നൽകുക, വീണ്ടും അഗ്നി നൽകുക. പാവനാത്മാവേ നീ എന്നിൽ നിറഞ്ഞിടുക. 2 പത്രോസ് 2:20 നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പറഞ്ഞ് അറിവ് മൂലം അവർ ലോകത്തിന്റെ മാലിന്യങ്ങളിൽ നിന്ന് രക്ഷ പ്രാപിച്ച ശേഷം വീണ്ടും അവയിൽ കുരുങ്ങുകയും അവയാൽ തോൽപ്പിക്കപ്പെടുകയും ചെയ്യുന്നെങ്കിൽ അവരുടെ അന്ത്യസ്ഥിതി ആദ്യത്തിനേക്കാൾ മോശമായി. കാരണം തങ്ങൾക്ക് ലഭിച്ച
വിശുദ്ധ കൽപ്പനയെക്കുറിച്ച് അറിഞ്ഞിട്ട് അതിൽ നിന്ന് പിന്തിരിയുന്നതിനേക്കാൾ അവർക്ക് നല്ലത് നീതിയുടെ വഴിയെക്കുറിച്ച് അറിയാതിരിക്കുകയായിരുന്നു. നായ ഛർദിച്ചത് തന്നെ വീണ്ടും ഭക്ഷിക്കുന്നു, കുടിച്ച പന്നി ചെളിക്കുഴി കിടന്ന് വീണ്ടും ഉരുളുന്നു എന്ന പഴമൊഴി അവരെ സംബന്ധിച്ച് ശരിയാണ്. അപ്പോഴേ ഉടമ്പടി എടുത്ത് വിശുദ്ധീകരണത്തിലേക്ക് വന്ന മക്കള് വീണ്ടും പഴയ രീതിയിലേക്ക്, നിങ്ങൾ ജഡിക രീതിയിലേക്ക് പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായി അത് ദൈവത്തിന് നേരത്തെ അറിയാൻ പറ്റും. നിങ്ങൾ ഫ്രോഡ് പാർട്ടിയാണ്, ഫേക്കാണെന്ന് അറിയാൻ പറ്റും. കള്ളത്തരത്തിന് വേണ്ടി കാര്യം കാണാൻ വേണ്ടി ഇപ്പോൾ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് വന്നിരിക്കണമെന്ന് മനസ്സിലായ വേഷമാണതല്ല, വിശുദ്ധിയുടെ വേഷം കെട്ടി വന്നിരിക്കണമെന്ന് മനസ്സിലായാൽ ഉടമ്പടി താമസിക്കും. ഇപ്പം കള്ളത്തരത്തിൽ കണ്ട് കാര്യം കാണാൻ വേണ്ടി വരികയാണെന്ന് വിചാരിക്കേ. അപ്പം അതിനു വേണ്ടിയാണ് നിങ്ങൾ തൽക്കാലം വന്നിട്ട് വിശുദ്ധിയൊക്കെ കാണിക്കണത്, പ്രാർത്ഥനയൊക്കെ നടത്തുന്ന സമയണത്, വിശുദ്ധിയോട് ജീവിക്കണത്, ക്ഷമിക്കണത്, കൊടുക്കണത്, വാങ്ങിക്കണത്. അല്ലാതെ ഈ ഉടമ്പടിക്കാലം കഴിയുമ്പോൾ പിന്നെ നീ പഴയ ആളായിട്ട് മാറുമെന്ന് നിന്നേക്കാൾ നല്ലവണ്ണം. ഇപ്പോൾ 39-ാം സങ്കീർത്തനം എന്താ പറയണത്? ഒരു ചിന്ത നിൻ്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ അത് ഞാൻ അറിയുമെന്ന്. അപ്പോൾ ഉടമ്പടിക്കാലം കഴിയുമ്പോൾ നിനക്ക് തോന്നിയ മാസം ജീവിക്കാവുന്ന മറ്റെങ്ങാനും ധരിച്ചിട്ടുണ്ടെങ്കിൽ നീ അറിയണ മുമ്പ് തന്നെ ആ ചിന്ത ദൈവത്തിന് അറിയാം. അതുകൊണ്ട് നീ ഫേക്കാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പതുക്കെ ദൈവകൃപ താമസിക്കുകയോ നടക്കാതിരിക്കുകയോ ചെയ്യും. വിശുദ്ധി എന്ന് പറയുന്നത് ബാഹ്യമല്ല, ആന്തരികമാണ്. അതുകൊണ്ട് ആന്തരിക വിശുദ്ധി എന്ന് പറയണത്. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ സത്യസന്ധമായി ആന്തരിക വിശുദ്ധിയോടുകൂടി എന്നും നിനക്ക് സാക്ഷിയായി ജീവിക്കുവാൻ എന്നെ സഹായിക്കണം. അച്ഛൻ എപ്പോഴും പറയും സിൻസിയർ ആൻഡ് സീരിയസ്. ഇഫ് യു ആർ സിൻസിയർ, ഗോഡ് വിൽ ബി സീരിയസ്. ഇഫ് യു ആർ സീരിയസ്, ഗോഡ് വിൽ ബി സിൻസിയർ. അതാണ് ഉടമ്പടിയിടുന്നതല്ല, ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് പഠിച്ചതാണത്. അതായത് നമ്മൾ ദൈവത്തിൻ്റെ തിരുസന്നിധി സത്യസന്ധരാണെങ്കിൽ ദൈവം നമ്മോട് സത്യസന്ധത കാണിക്കും. ദൈവം നമ്മോട് ഗൗരവം കാണിക്കും, ഉറപ്പായിട്ട് കാണിക്കും. അതാണ് സീരിയസ് എന്നുള്ളത്. നമ്മൾ ആധ്യാത്മിക കാര്യത്തിന് സീരിയസ് ആണെങ്കിൽ ദൈവം സിൻസിയർ ആയിരിക്കും. ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് പഠിച്ചാണ്, ആരും എന്നോട് ഒരിക്കലും പറഞ്ഞു തന്നതല്ല അത് സത്യമായ കാര്യമാണത്. അപ്പോൾ ദൈവികമായ കാര്യത്തിൽ നമ്മൾ സത്യസന്ധരാകും. ഇപ്പോഴ് അച്ഛൻ കൈവച്ച് സുഖപ്പെട്ടെന്നൊക്കെ പറഞ്ഞ് കുറേ സാക്ഷ്യം വരുന്നില്ലേ? ഇല്ലേ? അതായത് അത് ഒരു കേമത്വമായിട്ട് ഒന്നുമല്ല, കർത്താവിനറിയാം. അതിൻ്റെ ഞാനങ്ങനെ ഓർക്കും, ഇപ്പം അത് ഇത്തിരി കൂടുതലാണ്. അത് എത്ര കാലം ഉണ്ടാകുമെന്ന് നമുക്കറിയത്തില്ല. ഞാൻ അതിനു വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നുമില്ല. കാര്യം കർത്താവാണ് മക്കളെ സുഖപ്പെടുക. അല്ലാതെ അല്ലെങ്കിൽ നമ്മൾക്കൊക്കെ ഒരു പവർ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളറിയാതെ ആൾ ദൈവങ്ങളായി മാറും. എനിക്കതിനെക്കുറിച്ച് നേരത്തെ അറിയാവുന്ന കാരണം ഞാൻ എൻ്റെ മനസ്സിനെ ഇതൊന്നും ഒട്ടിച്ചു വെക്കത്തില്ല. എൻ്റെ മനസ്സ് ഒട്ടിച്ചു വെക്കത്തില്ല. ഞാൻ പ്രാർത്ഥിച്ച് ഒരാൾ സുഖപ്പെട്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അത്ര ഗൗരവമായിട്ട് എടുക്കുന്നത് അത് നമുക്ക് പണിയായിട്ട് മാറും. ഈശോ ചെയ്യണതാണത്, നമ്മളുമായിട്ട് അതിന് നേരിട്ട് ബന്ധമില്ല. ചിലപ്പോൾ നമ്മുടെ വിശുദ്ധി പോലും അതിന് ബന്ധം ഉണ്ടാകത്തില്ല. കർത്താവ് ആ വ്യക്തിയോട് കാണിക്കുന്ന കരുണയ്ക്ക് കർത്താവ് ഒരു ഉപകരണമാക്കി എടുത്തിരിക്കണം, അത്രയേ ഉള്ളൂ. പക്ഷേ അതല്ല, ഞാൻ ഈ വിഷയത്തിൽ കുറച്ച് സിൻസിയറാണ്. കാര്യം എന്താ, ഞാൻ ഓർക്കുന്നുണ്ട് എൻ്റെ കഴിഞ്ഞ ജൂലൈ മാസത്തിൽ മുഴുവൻ എൻ്റെ കാലം നീരായിരുന്നു. എല്ലാവരും പറഞ്ഞു അച്ഛൻ റെസ്റ്റ് എടുക്കുക. ഇങ്ങനത്തെ നല്ല നീരായിരുന്നു. നീരിന് പ്രത്യേക കാരണം ഉണ്ടായിരുന്നു. കാല് മുഴുവൻ പൊട്ടി നീര് വെച്ച് ഒലിക്കുന്നുണ്ടായിരുന്നു. നല്ല വിങ്ങലൊക്കെ ആയിരുന്നിട്ട് ഞാൻ രാവിലെ നിൽക്കണ നീപ്പ് ആൾക്കാരെ കാണാൻ വേണ്ടി ലോഹ കൊണ്ട് കാലൊക്കെ മറച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നിൽക്കും. അവിടെ എത്ര നിൽക്കും? രാത്രി വരെ നിൽക്കും. രാത്രി നിന്ന് കഴിയുമ്പോൾ ആൾക്കാരെല്ലാം പോയി കഴിയുമ്പോൾ പോയി കട്ടിലേക്ക് കിടക്കുമ്പോൾ ജോസിയും മനോജ് ടിജോയൊക്കെ വന്നിട്ട് എണ്ണയിട്ട് കാല് തിരുമ്മി തരും. എനിക്ക് വേണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? എൻ്റെ കാല് കാണിക്കുമ്പോൾ തന്നെ നിങ്ങളോട് പറയാം, എൻ്റെ മക്കളെ ഇതാണ് അവസ്ഥ, എനിക്ക് നീര് വരുമോ പനി വരുമല്ലോ. അപ്പോൾ നിങ്ങൾ ഓർക്കുമ്പോൾ ശുശ്രൂഷ ചെയ്യണ അച്ഛന് എന്തിനാ അസുഖം വന്നു?
അത് ഈശോയുടെ പീഡാനുഭവത്തിൻ്റെ പോരായ്മ ഞാൻ എൻ്റെ ശരീരത്തിൽ സംഭവിക്കണമെന്ന് ഈശോ പറഞ്ഞിട്ടില്ലേ ബൈബിളിലേ? അപ്പം നമ്മൾ പീഡാനുഭവത്തിൻ്റെ നമ്മളെ ആൾക്കാരെ സഹായിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കർത്താവിൻ്റെ പീഡാനുഭവത്തിൻ്റെ പോരായ്മ നമുക്ക് സംഭവിക്കാൻ കർത്താവ് ഒരു അവസരം തരും. ചില ആൾക്കാരത് നിരാശപ്പെടുത്തി പ്രാർത്ഥിക്കാതെ, അയ്യോ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് പ്രാർത്ഥിച്ചിട്ടും എനിക്ക് അസുഖമാണല്ലോ എന്നൊക്കെ പറഞ്ഞ് കർത്താവിനോട് തർക്കിക്കും. തർക്കിച്ച് കഴിഞ്ഞാൽ പണി കിട്ടും. ഈ ബൈബിൾ എന്താ നമ്മൾ പഠിക്കണമെന്ന് അറിയാമോ? ബൈബിൾ പഠിക്കണം ദൈവത്തിൽ ജീവിക്കാൻ വേണ്ടിയാണ്. കർത്താവിന് ചമ്മട്ടി അടിയേറ്റ് മുൾക്കിടം തലയിൽ വെച്ച് അമർത്തി അവൻ്റെ ശരീരം മുഴുവൻ നീരായി രാവിലെ എഴുന്നേറ്റപ്പോൾ ഐസയ പറഞ്ഞ പോലെ അവനെ കണ്ടവർ അവനെ ഒരു മനുഷ്യനെന്ന് പോലും കണക്കാക്കാൻ പറ്റാത്ത രീതിയിൽ അവന് മുഖത്ത് നീരായി തവളയുടെ മുഖം പോലെ ആയിപ്പോയി. കർത്താവ് നമുക്ക് വേണ്ടി സഹിച്ചതാണ്. ഇത്രയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴും അവൻ എഴുതിയിരിക്കണത് എന്താണ്? അവൻ തർക്കിച്ചില്ല, ബഹളം ഉണ്ടാക്കിയില്ലെന്നാണ്. കാരണം കൃപ നഷ്ടപ്പെടുന്നത്, കൃപയ്ക്ക് പ്രസരണ നഷ്ടമെന്ന് നമുക്ക് സംഭവമുണ്ട്. ദൈവവേദന നീ സിൻസിയറാകണം, സീരിയസ് ആകണമെന്ന് അച്ഛൻ പറയുമ്പോൾ എന്തിനോട് സിൻസിയർ ആയിരിക്കണം, എന്തിനോട് സീരിയസ് ആയിരിക്കണം എന്നറിയണം. ദൈവം നിനക്ക് തന്നിരിക്കുന്ന പീഡാനുഭവങ്ങളെ കർത്താവിൻ്റെ കുരിശിനോട് ചേർത്ത് വെച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്താൻ നീ സിൻസിയർ ആയിരിക്കണം. കർത്താവ് നിനക്ക് തരുന്ന കൃപകളെ, അതുവഴി കർത്താവ് നിനക്ക് തരുന്ന കൃപകളെ അതിന് പ്രസരണ നഷ്ടമുണ്ടാകാതിരിക്കാൻ വേണ്ടി നീ സീരിയസ് ആയിരിക്കണം. അതാണ് വിഷയം. കാരണം കൃപയ്ക്ക് പ്രസരണ നഷ്ടമുണ്ടാകും. എപ്പോഴാണെന്നറിയാവോ? പ്രധാനപ്പെട്ട രീതിയിൽ നമുക്ക് ദൈവത്തെ, ഇപ്പം നമ്മൾ നമ്മുടെ പീഡാനുഭവങ്ങളെ കർത്താവിൻ്റെ പീഡാനുഭവങ്ങളോട് ചേർത്ത് വെച്ചുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ പീഡാനുഭവം വരുന്ന പോരായ്മ ഞാൻ എൻ്റെ ശരീരത്തിൽ സംഭവിക്കണമെന്ന് പറഞ്ഞ പോലെ പൗലോസിനെ പോലെ പീഡാനങ്ങളെ സംഭവിച്ച് കഴിയുമ്പോൾ നമ്മുടെ ഇടക്ക് എന്നാലും ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ടും എനിക്കിങ്ങനെയൊക്കെ സംഭവിക്കണമെന്നല്ല എന്ന് ഓർത്തിട്ട് ചില ആൾക്കാർ നിരാശപ്പെടുകയും ചില ആൾക്കാരെ തർക്കിക്കത്തൊന്നുമില്ല. പ്രാർത്ഥിച്ചിട്ട് എന്നാത്തിനാണെന്ന് വിചാരിച്ചുകൊണ്ട് പ്രാർത്ഥന മുടക്കും. ഇന്നിനിപ്പോൾ പ്രാർത്ഥിക്കണം, നാളെ പ്രാർത്ഥിക്കാമെന്ന് പറയും. അത് ശരിക്കും പറഞ്ഞാൽ ദൈവം കൗണ്ട് ചെയ്യണ തർക്കമായിട്ടാണ്. നീ വിചാരിക്കണം നിന്റെ നടുവേദനയാണ്, നിനക്ക് ബ്ലീഡിങ് ആണ്, അതുകൊണ്ട് നിൻ്റെ മുടുകിഴപ്പാണ്, അതുകൊണ്ട് നിനക്ക് ഉറക്കമാണെന്നൊക്കെ പറയും. നിനക്ക് ആ സമയത്താണ് ശരിക്കും എഴുന്നേറ്റിരുന്ന് അരമണിക്കൂർ കൂടുതൽ പ്രാർത്ഥിക്കേണ്ടത്. ബുദ്ധിയില്ലാത്ത സാധനമായതുകൊണ്ടാണ് നിനക്ക് അബദ്ധം പറ്റണത്. നീ ആ സമയത്താണ്, അങ്ങനെയുള്ള സമയത്ത്, അതാണ് പരീക്ഷണത്തിൻ്റെ സമയമെന്ന് പറയണത്. ഞങ്ങൾക്ക് കള്ളക്കളി അറിയാവുന്ന കാരണം പരിശുദ്ധാത്മാവ് പറയും ഇത് പരീക്ഷണമാണ് കേട്ടാ, പണി കൊടുക്കേണ്ട സമയമാണെന്ന് പറയും. കർത്താവ് എന്താണ് ചെയ്തതെന്ന് ചോദിക്കും. അപ്പോൾ എന്താ വചനം പറയണത്? അവൻ തീവ്രവേദനയെ മുഴുകി അവൻ എന്ത് ചെയ്ത്? കൂടെ തീക്ഷണമായി പ്രാർത്ഥിച്ചതെന്ന്. പ്രൈസ് ദി ലോർഡ്. തീവ്രവേദന മുഴുകുന്ന സമയം വിശ്വാസിക്ക് എന്തിനു വേണ്ടിയുള്ളതാണ്? മറികടന്ന് ഉറങ്ങാനുള്ളതല്ല, കർത്താവിനോട് പരുവപ്പെടാനുള്ളതല്ല, ഇത്രയും പ്രാർത്ഥനയൊന്നും നടന്നില്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തോട് തർക്കിക്കാനുള്ളതല്ല. പിന്നെ എന്തിനുള്ളതാണ്? അവൻ തർക്കിച്ചില്ല, ബഹളം ഉണ്ടാക്കില്ലെന്ന് ഐസയ്യാ 53:7 പറയുമ്പോൾ എന്താണ്? അവൻ തർക്കിക്കാതെ ബഹളമുണ്ടാക്കാതെ അവൻ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അവൻ ശരീരത്തിൽ സംഭവിക്കണം ചെയ്തത്, അവൻ ഹൃദയത്തിൽ സംഭവിക്കണം ചെയ്തത്. ദൈവവേദനയിലെ വേദന രണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഒന്ന് അമ്മ പറഞ്ഞത്, ഒന്ന് ഈശോ പറഞ്ഞത്. അമ്മ പറഞ്ഞത് ദൈവവേദനയിലെ നിൻ്റെ ശരീരത്തിലെ രക്ഷാകരമായ വേദന, രക്ഷാകരമായ ബുദ്ധിമുട്ടുകൾ നീ പ്രാർത്ഥിച്ചിട്ടും ദൈവത്തെ വിളിച്ചിട്ടും നിനക്ക് കിട്ടുന്ന വേദനയാണ് രക്ഷാകരമായ വേദന. അത് ഹൃദയത്തിലാണ് കിട്ടണമെന്നുണ്ടെങ്കിൽ അത് നീ ഹൃദയത്തിൽ സംഗ്രഹിക്കണം. അത് ശരീരത്തിലാണ് കിട്ടണമെന്നുണ്ടെങ്കിൽ നീ ശരീരത്തിൽ സംഗ്രഹിക്കണം. യേശുക്രിസ്തു വേദനയെ ശരീരത്തിൽ എങ്ങനെ സംഗ്രഹിച്ചെന്നാണ് അവൻ തർക്കിച്ചില്ല, ബഹളം ഉണ്ടാക്കിയില്ലെന്നുള്ള ഐസയ്യാ 53:7 സന്ദേശം. പരിശുദ്ധ അമ്മ തന്നെ ഹൃദയത്തിൽ കിട്ടിയ വേദനയെ എങ്ങനെയാണ് ഹൃദയത്തിൽ സംഗ്രഹിച്ചത്? അവൾ തർക്കിച്ചില്ല, അവൾ ബഹളം ഉണ്ടാക്കിയില്ലെന്ന് പറയുന്നതിന് പകരമാണ് ലൂക്ക 2:19, ലൂക്ക 2:51 പറയണത് അവളെ യേശുവിൻ്റെ അമ്മ എല്ലാ വേദനയും ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്നുള്ളത്. മനസ്സിലെ വേദന ഹൃദയത്തിൽ സംഗ്രഹിക്കാനുള്ളതാണ്, ശരീരത്തിൻ്റെ വേദന ശരീരത്തിൽ സംഗ്രഹിക്കാനുള്ളതാണ്. രണ്ടിൻ്റെ ഉദ്ദേശം രക്ഷാകര നടപടിയാണെങ്കിൽ അങ്ങനെയുള്ള തീവ്രവേദന ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യണമെന്നാണ് ലൂക്ക 22:41 പറയുന്നത്? അവൻ തീവ്രവേദന മുഴുകി. അപ്പോൾ അവൻ കൂടെ തീക്ഷണമായി പ്രാർത്ഥിച്ചങ്ങൾ കൂടെ തീക്ഷണമായ സാക്ഷിയായി നിന്നെ ഉയർത്താൻ വേണ്ടി ദൈവം ഒരുക്കിയ രക്ഷാകര പദ്ധതിയാണെന്ന് നീ തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ നീ പരിശുദ്ധാത്മാവ് വേണം. പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശു സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്
ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. തീക്ഷ്ണമായി പ്രാർത്ഥിക്കുക. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഒന്ന് തീക്ഷ്ണമായി നെഞ്ചത്ത് കഴിച്ച് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, ഞങ്ങളുടെ വിശ്വാസത്തെ നീ ശക്തിപ്പെടുത്തണമേ. ഇപ്പോഴുള്ള വിശ്വാസത്തെ നീ പൊളിച്ചെഴുതണമേ. പുതിയ വിശ്വാസത്താൽ ഞങ്ങളെ വളർത്തണമേ, ഉണർത്തണമേ. വിട്ടുകൊടുക്കാത്ത എല്ലാ വെല്ലുവിളികളെയും അതിജീവിക്കുന്ന ദൈവിക ശക്തിയാൽ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ. മക്കളെ, എപ്പോഴും നമ്മൾ എല്ലാത്തിനും വിശ്വാസം വർദ്ധിക്കാൻ വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ ദൈവസ്നേഹം വർദ്ധിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ പ്രത്യാശ അർപ്പിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. എന്നിട്ട് നിങ്ങളും വിചാരിക്കണം, അതായത് ചില അമ്മമാർക്കൊക്കെ ഭയങ്കര അധികാരമാണ്. അവരോട് സംസാരിക്കുമ്പോൾ നമുക്കറിയാം, മകൻ കുടിക്കണമെന്ന് പറഞ്ഞാലും ഭർത്താവ് സംശയരോഗിയാണെന്ന് പറഞ്ഞാലും അവർ വിട്ടുകൊടുക്കത്തില്ല. എല്ലാം കർത്താവ്, എൻ്റെ കർത്താവ് എല്ലാത്തിനും ഒതുക്കും, ഞാൻ കർത്താവിനെടുക്കുന്ന മാറത്തില്ല. അവരതിനെക്കുറിച്ച്, അതായത് വിശ്വാസം എന്ന് പറയുമ്പോൾ നമുക്ക് ആന്തരികമായ ശക്തി തരും. നമ്മൾ കുടുംബത്തിൽ എന്തെല്ലാം ഉമ്മാക്കി കണ്ടാലും ശരി, വിശ്വാസമുള്ളവൻ പതറത്തില്ല. വിശ്വാസമുള്ളവനോട് പരിശുദ്ധാത്മ പറയും, നിൻ്റെ മരുമകളായാലും അമ്മായിയമ്മയായാലും അമ്മായിയപ്പനായാലും ഭർത്താവായാലും ഇവരിപ്പോൾ കാണിക്കുന്ന കോപ്പറാട്ടിത്തരങ്ങളും കോമാളിത്തരങ്ങളും തോന്നിവാസങ്ങളും നിൻ്റെ മനസ്സിനെ വേദനിപ്പിക്കുന്നതെല്ലാം നീ വേദനിക്കരുത്. നീ ഇതിനെല്ലാം പ്രാർത്ഥന കൊണ്ട് അതിജീവിച്ച് അവരെയും ആശീർവദിക്കണം, നീയും വളരണം. കാര്യം നിൻ്റെ കർത്താവ് നിന്നെ ഒരിക്കലും കൈവിടത്തില്ല. ഞാൻ ഭയങ്കരമായിട്ടുള്ള വിശ്വാസികൾ കണ്ടിട്ടുണ്ട് ഇവിടെ. നമ്മൾ സംസാരിക്കുന്നത് നമുക്കാണ്, ഞാൻ ഞെട്ടിപ്പോവും. കാര്യം പണ്ടത്തെ സഭയൊന്നുമല്ല, ഞങ്ങളൊക്കെ അച്ഛനായിരുന്ന കാലത്തുള്ള സഭയല്ല ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ ഉള്ള സഭയെന്ന് പറയണത് നല്ല ശക്തമായ സഭയാണ്. എന്നുവെച്ചാൽ ഉള്ളവൻ ആന്തരികമായി അവൻ്റെ വിശ്വാസവും ദൈവത്തോടുള്ള ബന്ധവും അറിഞ്ഞാണ് ആരാധിക്കണത്. അറിഞ്ഞ് ആരാണ് കർത്താവ്, എന്താണ് വിശ്വാസം, എന്ത് നടക്കും എല്ലാം അറിഞ്ഞ് വചനവും അറിഞ്ഞാണ് ഇപ്പോൾ ജീവിക്കണ മനുഷ്യൻ. അപ്പോൾ ഇത്രയും ശക്തമായി വന്നപ്പോൾ നമുക്ക് കുറച്ച് അബദ്ധവും സംഭവിച്ചു. അബദ്ധമല്ല, ഇത്രയും ശക്തമായി വന്നപ്പോൾ കേരള സഭ ഇത്രയും ബലിഷ്ഠമായി വന്നപ്പോൾ പിശാചിൻ്റെ ഗൺ പോയിൻ്റിലായിപ്പോയി. കാര്യം കേരള സഭ എന്ന് പറഞ്ഞാൽ എന്താണ്? ലോകത്തിന് ദൈവത്തിൻ്റെ വാഗ്ദാനമാണ്. ഇപ്പം നമ്മുടെ ബിട്ടാസച്ചൻ എന്തേ? ബിട്ടാസച്ചൻ യൂറോപ്പിൽ പോയിരിക്കുകയാണ് അല്ലേ? ഇതുപോലെ എത്രയോ അച്ഛന്മാരും എത്രയോ സിസ്റ്റേഴ്സും ആഫ്രിക്കയിലും അതുപോലെ തന്നെ ലോകത്ത് മുഴുവനും പോയിരിക്കുക. സഭയെ സംരക്ഷിക്കാൻ വേണ്ടി പോയിരിക്കുക. യൂറോപ്പിലുള്ള സഭയുടെ വിശ്വാസമൊക്കെ പോയതിന് ശേഷം പള്ളിയൊക്കെ അനാഥമായി വരുന്നതിന് സമയത്ത് ഇവിടുന്ന് അന്ന് മിഷണറിമാർ ഇവിടെ വന്ന് നമ്മളെ നിലനിർത്തി കർത്താവിൻ്റെ വചനം നൽകിയപ്പോഴേ, അതുപോലെ നമ്മുടെ അപ്പോസ്തലന്മാർ ഇന്ന് തിരിച്ച് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പോയി ലോകത്തിൻ്റെ സഭ മലയാളിയുടെ സംരക്ഷണത്തിലും മലയാളി അച്ഛന്മാരുടെ സിസ്റ്റേഴ്സിൻ്റെയും ഒക്കെ സുവിശേഷ വേലയുടെ അജപാലനത്തിൻ്റെ ഒരു പൈതൃക വാത്സല്യത്തിലാണ് വളരുന്നത് ലോകസഭ. അത് സഹിക്കാൻ പറ്റാതെ വരികയാണ്. ഞാൻ പറയണത്, ഇനിയും കേരള സഭയ്ക്ക് ഓരോ സങ്കടങ്ങളുണ്ടാകും. കേരള സഭയ്ക്ക് ഇനി സങ്കടങ്ങളുണ്ടാകും. കാര്യം ലോകത്തിനെ തന്നെ നിലനിർത്താൻ വേണ്ടി ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നതാണ് കേരള സഭ. ഈ അടുത്ത കാലം കൊണ്ടതിൽ ഇവിടെ ചാവറച്ചൻ ഉണ്ടായതും, അടുത്ത അൽഫോൻസാമ്മ ഉണ്ടായതും, അടുത്ത കാലം കൊണ്ടാണ് നമുക്കിവിടെ അമ്മ തെരേസ്യ ഉണ്ടായതും. ഇനി എത്രയോ വിശുദ്ധന്മാർ ഈ സഭയിൽ ഉണ്ടാകാൻ പോകണം. എത്രയോ വിശുദ്ധന്മാരിവിടെ ജീവിക്കുന്നു. അപ്പോൾ വിശുദ്ധന്മാരുടെ എണ്ണം കൂടിയപ്പോൾ രക്തസാക്ഷികളുടെയും അതുപോലെ കർമ്മസാക്ഷികളുടെയും, ഇപ്പോൾ റാണി മേരിയും സിസ്റ്റർ ഒക്കെ രക്തസാക്ഷിയാണ്. രക്തസാക്ഷികളുടെയും അതുപോലെ തന്നെ വേദസാക്ഷികളുടെയും എണ്ണം കൂടുകയും കേരള സഭയിൽ ആയിരക്കണക്കിന് പുതിയ പ്രേക്ഷിതരും അപ്പോസ്തലന്മാരും ലോകം മുഴുവനും പോയി ലോകത്തിൻ്റെ സഭയെ, ദൈവത്തിൻ്റെ സഭയെ സംരക്ഷിക്കാൻ വേണ്ടി ദൈവം തിരഞ്ഞെടുത്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് അതുപോലെ തന്നെയുള്ള മഹാസങ്കടങ്ങളും വരുന്നുണ്ട്. ഈ മഹാസങ്കടങ്ങളുടെ കാലത്ത് എൻ്റെ സഹോദരൻ ചെയ്യേണ്ടത് എന്താണ്? ആദിമസഭ എന്താണ് ചെയ്തത്? നമുക്കൊരു സങ്കടം ഉണ്ടാകുമ്പോൾ ഈ സങ്കടമൊന്നും കത്തോലിക്ക സഭയ്ക്ക് പുതിയതല്ല. ഇത് സെബസ്ത്യാനോസിൻ്റെയും പൗലോസിൻ്റെയും പത്രോസിൻ്റെയും സഭയാണ്.
നമുക്കറിയാം. ആദ്യകാലങ്ങളിൽ തന്നെ കർത്താവ് ജനിച്ച കാലം മുതൽ തന്നെ പീഡാനുഭവങ്ങളുണ്ടായതാണ്. ഹെറോദസിനെ പോലുള്ള ആൾക്കാരുടെ പീഡാനുഭവങ്ങളുണ്ടായതാണ്. ചിലപ്പോൾ കർത്താവ് പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ ഒരുവൻ്റെ ശത്രു അവൻ്റെ ഭവനത്തിൻ്റെ ഉള്ളിൽ തന്നെ ആയിരിക്കുമെന്ന് ഈശോ പറഞ്ഞിട്ടുണ്ട്. അപ്പോഴേ ഭവനത്തിൻ്റെ ഉള്ളിലുള്ള ആൾക്കാർക്ക് പ്രാർത്ഥന കുറഞ്ഞു പോകണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് സാത്താൻ അവനെ നോട്ട് ചെയ്യും. അത് നിങ്ങളായാലും അച്ഛനായാലും ജോസഫച്ചനായാലും കന്യാസ്ത്രീ ആയാലും ബിഷപ്പായാലും ആരായാലും ഒരുത്തൻ്റെ ശത്രുവിൻ്റെ ഭവനത്തിൻ്റെ ഉള്ളിൽ തന്നെയാണെന്ന് പറയുമ്പോൾ എന്താണ്? ഭവനത്തിൻ്റെ ഉള്ളിലുള്ളവരാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടേണ്ടത്. പ്രത്യേകിച്ച് ഈ കാലഘട്ടങ്ങളിലെ ഭവനത്തിലുള്ളവർക്ക് ആത്മാവിൻ്റെ വീണ്ടെടുപ്പിനേക്കാൾ ഉപരി വേറെ എന്തെങ്കിലും താല്പര്യങ്ങൾ വരുമ്പോൾ നമ്മുടെ ആന്തരിക ചൈതന്യം നിർവീര്യമായി കഴിഞ്ഞാൽ സാത്താനെ നമ്മളെ പെട്ടെന്ന് അറ്റാക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ ബുദ്ധി ബ്രെയിനൊക്കെ ഹൈജാക്ക് ചെയ്യണത് ആരാ? ബുദ്ധിയും ബ്രെയിനൊക്കെ ഹൈജാക്ക് ചെയ്യണത് ആരാ? നമ്മളിൽ കർത്താവിൻ്റെ ചൈതന്യം കുറഞ്ഞു പോയാൽ നമ്മുടെ ബുദ്ധി അതുപോലെ തന്നെ നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം വേറെ ആൾക്കാർ ഹൈജാക്ക് ചെയ്യും. ആദിമസഭ പത്രോസ് പീഡിപ്പിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ആദിമസഭ ഉപവസിച്ച് പട്ടിണി ഇരുന്ന് കഥകടച്ചിട്ടിരുന്ന് പ്രാർത്ഥിച്ച്. കേരളസഭ പട്ടിണി ഇരുന്ന് കഥകടച്ചിട്ട് പ്രാർത്ഥിക്കേണ്ടത് എന്തിനാണ്? ലോക സുവിശേഷവൽക്കരണത്തെ മുൻനിർത്തിക്കൊണ്ടാണ്. അല്ല സാത്താനെ പേടിച്ചിട്ടൊന്നുമില്ല. ലോക സുവിശേഷവൽക്കരണത്തെ മുൻനിർത്തിക്കൊണ്ട് കേരളസഭ കഥകടച്ചിരുന്ന് പ്രാർത്ഥിക്കേണ്ട ഒരു കാലമാണിത്. അങ്ങനെ പ്രാർത്ഥിച്ചില്ല എന്നുണ്ടെങ്കിൽ എന്ത് പറ്റും? കേരള സഭയുടെ അകത്തുള്ളവർ തന്നെ കർത്താവ് പിശാച് എടുത്തിട്ട് സഭയ്ക്കെതിരെ പ്രയോഗിക്കപ്പെടും. ഇപ്പോഴ് സഭയുടെ ചില മക്കൾ അവർക്ക് നീതി നിഷേധിക്കപ്പെട്ടു എന്ന് ആരോപിച്ചുകൊണ്ട് നമ്മുടെ ഹൈക്കോടതിയുടെ വാതിക്കലൊക്കെ സമരത്തിന് ഇരിക്കുന്നുണ്ട്. അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ ഇത് കണ്ടപ്പോഴെനിക്ക് ഭയങ്കരമായ വല്ലാത്ത ഒരു വേദന തോന്നി. കാര്യം വെച്ച് കഴിഞ്ഞാൽ പുറത്തുനിന്ന് 2000 വർഷങ്ങളായിട്ട് സഭയ്ക്ക് ശത്രുത ഉണ്ടായിട്ടുണ്ട്. നമ്മളെല്ലാത്തിനും അത് ഇസങ്ങളായാലും ശരി, പ്രസ്ഥാനങ്ങളായാലും ശരി, നിരീശ്വര മുന്നേറ്റങ്ങളായാലും ശരി, എല്ലാത്തിനെയും സഭ അടിച്ചൊതുക്കിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? സഭയുടെ ആയുധം ജപമാലയും പരിശുദ്ധ വചനവുമാണ്. അതുപോലെ ഉപവസിക്കാൻ തയ്യാറുള്ള വിശുദ്ധ ജനമാണ് സഭയുടെ ആസ്തി. ആ ആസ്തിയോടുള്ളത് നമ്മുടെ പണമല്ല നമ്മുടെ ആസ്തി. ഉപവസിക്കാൻ തയ്യാറുള്ള വിശുദ്ധ ജനമാണ് നമ്മുടെ ആസ്തി. ആ ജനം ഇവിടെ ഉള്ളിടത്തോളം കാലം ഇനിയും നമ്മളെല്ലാത്തിനും അതിജീവിക്കും. പക്ഷേ എപ്പോഴും നമ്മൾ വരുന്നൊരു വിഷയം എന്ന് പറയണത്, നമ്മളുടെ ഉള്ളിൽ തന്നെ ഉള്ള വ്യക്തികൾക്ക് കൃപ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. കാര്യം കൃപ നഷ്ടപ്പെട്ടു പോയാൽ എന്നാ സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ആ വിഷയം പരിശുദ്ധാത്മാവ് എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്, അഥവാ ഈ വിഷയം ഇങ്ങനൊരു വിഷയം നമുക്ക് അനീതിയോ എന്തെങ്കിലും, ഇപ്പം നമുക്കതൊരു അനീതി സംഭവിച്ചു വിചാരിച്ചോ, സഭയും തന്നെ ഒരു അനീതി സംഭവിച്ചെന്ന് വിചാരിച്ചു, അതെങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്നുള്ളത് പരിശുദ്ധാത്മാവ് ഉള്ളവരാണെങ്കിൽ പരിശുദ്ധാത്മാവ് പറഞ്ഞു കൊടുക്കും. പരിശുദ്ധാത്മാവ് ഇല്ലാതെ വരുമ്പോഴാണ് കോടതിയിലെ വാദിക്കലും നടുറോട്ടിലും പോയി കിടക്കേണ്ടി വരുന്നത്. അപ്പോൾ കോടതിയിലെ വാദിക്കലും നടുറോട്ടിലും പോയി കിടന്നുള്ള അവസ്ഥ എന്താണെന്ന് അറിയാവുക? വഴിയെ പോണ എല്ലാ വയ്യാവേരികളും വന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യും. അവനൊക്കെ സപ്പോർട്ട് ചെയ്യണത് എന്തിനാ? സഭയെ നന്നാക്കാനാണ്, സഭയെ നശിപ്പിക്കാൻ വേണ്ടി, സഭയുടെ ആൾക്കാരെ തന്നെ അവന് ഉപയോഗിക്കാൻ വേണ്ടി. നമുക്കറിയാമല്ലോ, ചോര തെറിക്കുമ്പോൾ ആരാണ് അടുത്ത് വരുന്നത്? കുറുക്കന്മാരാണ് അടുത്ത് വന്നിരിക്കുന്നത്. കന്യാസിമാർ തിരിച്ചറിയണം ഈ സംഭവം. കാര്യം അതായത് ഇപ്പോൾ അഭിഷിക്തനെ അറസ്റ്റ് ചെയ്യുക, ദാറ്റ്സ് ഓക്കെ. നിയമത്തിൻ്റെ മുമ്പിൽ ആരായാലും, ഇപ്പം ഞാനായാലും എന്നെ ആയാലും അറസ്റ്റ് ചെയ്യാനേ ഞാൻ പറയത്തുള്ളൂ. ഒരു രാജ്യത്ത് നിയമമുണ്ട്, പക്ഷേ തെളിയിക്കപ്പെടണം. ആരോപിച്ചൊന്നും അറസ്റ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ല. ആരാണെങ്കിലും ആരോപിച്ച് അറസ്റ്റ് ചെയ്യാൻ പറ്റുമല്ലോ. അതിനിപ്പോൾ ലോകത്തിൽ നിന്ന് വെള്ളരിക്കപ്പെടണം. അപ്പം അങ്ങനെ വരുമ്പോഴുള്ള പ്രശ്നം പക്ഷേ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്താണ് ഗുണം? അതിൻ്റെ ഗുണം എന്താണ്? അങ്ങനെയുള്ള അഭിഷിക്തന്മാർ അവിടെ രൂപതയിൽ നിന്ന് മാറ്റിക്കഴിഞ്ഞാൽ ആർക്കാണ് അതിൻ്റെ പ്രയോജനം? ആ രീതി ചിന്തിക്കുമ്പോൾ വളരെ അഗാധമായ പ്രശ്നങ്ങൾ, പുതിയ പ്രശ്നങ്ങളിലേക്കാണ് സഭ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞത്. അതായത് അറസ്റ്റ് ഒന്നിൻ്റെ സമാധാനമല്ല. അറസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടെങ്കിൽ, അതിനുള്ള തെളിവുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറസ്റ്റ് ചെയ്യേണ്ടതാണ്. തെളിവ് ഹാജരാക്കേണ്ട സമയം എന്നെ വൈകിക്കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ പിന്നെ ഈ പ്രശ്നം ഇത്തരം വലിച്ചു നീട്ടപ്പെടുക്കത്തില്ല. ഇപ്പോൾ എന്തുമാത്രം മനുഷ്യരാണ് നമ്മൾ ഇതിൻ്റെ പേരിൽ നമ്മളെ വേദനിക്കുന്നത്. അതായത് വിശുദ്ധിയോടെ ജീവിച്ച 10,000ങ്ങളുടെ വേദന മനസ്സിലാക്കാതെയാണ് ഈ നാടകങ്ങൾ ഇവിടെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അത് അരങ്ങേറ്റുന്നത് പരിശുദ്ധാത്മാവ് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്, അത് പിശാചാണെന്നൊക്കെയാണ്.
അപ്പം അങ്ങനെ വരുമ്പോഴെന്താണ് നമ്മൾ ഈ നിങ്ങളെ ഈ വിഷയത്തെ ഓർക്കണം. നമ്മളിങ്ങനെയുള്ള വിഷയങ്ങളെ അതിജീവിച്ചുകൊണ്ട് ലോകത്തെ നമ്മൾ സുവിശേഷവൽക്കരിക്കും. ലോകത്തെ സുവിശേഷവൽക്കരിക്കാനുള്ള ഉത്തരവാദിത്തം മലയാള സഭയ്ക്ക് ദൈവം ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ ഇനിയും ഇതുപോലുള്ള സങ്കടങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് നമുക്ക് ഉറങ്ങാൻ നേരമില്ല, നമ്മൾ ഉറങ്ങത്തില്ല. ജപമാല എടുത്തുകൊണ്ട് നമ്മളിനി യുദ്ധം ചെയ്യും. ലോകത്തിലെ എല്ലാ തിന്മയുടെയും അതാത് കാലത്തുണ്ടായിട്ടുള്ള സാത്താൻ്റെ ശക്തികൾക്കെതിരെ അടിച്ചമർത്തി യുദ്ധം ചെയ്തുകൊണ്ട് ലോകത്തിൽ രക്ഷയുടെ ദൗത്യം ഏറ്റെടുത്ത് നടത്തിയിട്ടുള്ള സഭയുടെ സന്തതികളാണ് നമ്മളെന്നുള്ള ബോധ്യത്തോടു കൂടി നമ്മൾ പതരാതെ നമ്മൾ പ്രാർത്ഥിക്കും. സത്യം പുലരാൻ, നീതി നിറവേറാൻ വേണ്ടി, അതിൻ്റെ പിന്നിലെല്ലാം യേശുക്രിസ്തു നാമത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടി മുട്ടിനും ധ്യാനകേന്ദ്രങ്ങളും നമുക്കിതിന് ബുദ്ധിമുട്ടുണ്ട് ഈ വിഷയത്തിൽ. കാരണം ധ്യാനകേന്ദ്രങ്ങൾ വരെ സാത്താൻ തൊഴാൻ തുടങ്ങിയിരിക്കുന്നു. നമ്മളെ ഈ കാലഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഈ വിഷയത്തിന് പിന്നിൽ തന്നെയുള്ള ധ്യാനകേന്ദ്രങ്ങൾ, അതുപോലെ തന്നെ മറ്റു തരത്തിലുള്ള വിഷയങ്ങൾ. അതിൻ്റെ അർത്ഥം എന്താണ്? ഇങ്ങനെയുള്ള സംഭവങ്ങളിൽ ധ്യാനകേന്ദ്രങ്ങളെക്കുറിച്ച് കക്ഷിയാക്കേണ്ടി വരുമ്പോൾ നമ്മൾ വളരെ സങ്കടത്തോടെ പ്രാർത്ഥിക്കേണ്ട ഒരു വിഷയം കൂടിയാണ് ധ്യാനകേന്ദ്രങ്ങൾ. കാരണം ഈ കേരള സഭയെ അവസാന കാലങ്ങളിൽ നിലനിർത്തിയിരുന്നത് എന്താ? ധ്യാനകേന്ദ്രങ്ങൾ നിർത്തുന്നത്. ഇപ്പോഴും നിലനിർത്തിക്കൊണ്ടിരിക്കുന്നത് എന്താണ്? കൂദാശയെ വളർത്തുന്നതും പാപത്തെ അതിജീവിക്കുന്നതും സുവിശേഷ സാക്ഷിയാക്കുന്നതും അതുപോലെ പരിശുദ്ധ പ്രവർത്തനം നടത്തിയിരിക്കുന്നത് എന്താ? ധ്യാനകേന്ദ്രങ്ങളാണ്. അപ്പോൾ ധ്യാനകേന്ദ്രങ്ങൾ കൂടി സമർപ്പിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നുണ്ട്. സ്തുതിയുടെ ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, കേരള സഭയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, അവിടുത്തെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണമേ. കർത്താവേ, സഭയെ എതിർക്കുന്ന തിന്മകളുടെ ശക്തികളെ, അന്ധകാര ശക്തികളെ, സഭയെ നശിപ്പിക്കാനിരിക്കുന്ന ശക്തികളുടെ മേൽ ദൈവമേ ഈ ആരാധന അഭിഷേക ശക്തിയാൽ കരുത്തു പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സഭയെ സംരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അഭിഷിക്തരെ സംരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശ്വാസികളെ സംരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. വസ്തുക്കളുമായി എഴുന്നേൽക്കുക മക്കളെ. സന്തോഷത്തോടെ എഴുന്നേൽക്കുക. കൃപാസന മണ്ണിൽ കാലുകുത്താൻ ദൈവം നിന്നെ ഇടയാക്കിയാൽ മാത്രം മതി, ബാക്കിയുള്ള കാര്യങ്ങൾ അമ്മ ചെയ്യുമെന്നാണ് എൻ്റെ അർത്ഥം. നേർച്ച വസ്തു ഉയർത്തിപ്പിടിക്കട്ടെ, നേർച്ച വസ്തു ഉയർത്തിപ്പിടിക്കട്ടെ. വിശ്വാസ പ്രമാണം ചൊല്ലി. Lord Jesus Christ, pour out your spirit. The fire fingers soak out the precious blood. And due to the Catholic Church, the power of Jesus Christ, with the merits of the Holy Priesthood, bless the Holy Spirit. And due to the Catholic Church, the power of Jesus Christ, with the merits of the Holy Priesthood, I bless and hallow this relics. സമാപന ആശീർവാദം ഇപ്പോഴും നേർച്ച വസ്തു കൈ പിടിക്കേണ്ടതാണ്. ക്യാൻസർ രോഗികൾ, ഇപ്പം ക്യാൻസറുള്ളവർ, ഇപ്പം കരൾ രോഗമുള്ളവർ, ഇപ്പം കിഡ്നി പേഷ്യൻ്റ്, ഇപ്പം കിഡ്നി രോഗമുള്ളവർ, ഈ 3 രോഗികൾ കിഡ്നി, ക്യാൻസർ, കരൾ, അത്തരം പേര് പറഞ്ഞിട്ട് ഓഫീസിൽ നിന്ന് ചീട്ട് മേടിക്കുക. അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് വേറെ ആരും പ്രാർത്ഥിക്കാൻ നിൽക്കരുത്. അച്ഛൻ നിൽക്കത്തില്ല, എനിക്ക് 5 മണിക്ക് വാർഷിക ധ്യാനത്തിന് കയറേണ്ടതാണ്, അതുകൊണ്ട് ഞാൻ പോകും. അതുകൊണ്ട് രോഗികൾ ചിലപ്പോൾ അതിനുവേണ്ടി മാത്രം വന്നിട്ടുള്ളവരുണ്ടാകും. അവർ ഓഫീസിൽ നിന്ന് ചീട്ട് വാങ്ങിച്ചിട്ട് ഇവിടെ ലൈനപ്പാകുക. ബാക്കിയുള്ളവർ ഈശോയുടെ വലിയ അനുഗ്രഹം മേടിച്ചതിൽ നന്ദി പറഞ്ഞുകൊണ്ട് സന്തോഷമായിട്ട് മൗനമായി കുറച്ച് നേരം പ്രാർത്ഥിച്ചിട്ട് പോവുക. ഇപ്പോൾ സമാപന ആശീർവാദം. നേർച്ച വസ്തുക്കൾ ഉയർത്തിപ്പിടിക്കട്ടെ, കരകൾ ഉയർത്തട്ടെ. അതിശക്തമായി ഏറെ വിശ്വാസത്തോടെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. വിശ്വാസത്തോടെ സ്തുതിക്കട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനകള്, നിയോഗങ്ങള്, ഉടമ്പടിയിൽ സമർപ്പിച്ചുള്ള നിയോഗങ്ങള്, നിങ്ങളുടെ ജീവിത അഭിലാഷങ്ങള്, നിങ്ങളുടെ മക്കള്, നിങ്ങളുടെ രോഗദുരിതങ്ങള്, നിങ്ങളുടെ കടഭാരങ്ങള്, സാമ്പത്തിക ഞെരുക്കങ്ങള് എല്ലാം കർത്താവിന് സമർപ്പിച്ചുകൊണ്ട് യേശുവേന്ന് വിളിച്ചപേക്ഷിക്കട്ടെ. വിശ്വാസത്തോടെ വിളിക്കട്ടെ. കർത്താവേ, അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവരെ, അടയാളങ്ങൾ പ്രവർത്തിക്കുന്നവരെ, ഈ ജനതയുടെ സമസ്ത നിയോഗങ്ങളുടെ മേൽ, ഉടമ്പടിയിൽ സമർപ്പിച്ചുള്ള നിയോഗങ്ങളുടെ മേൽ, ഇപ്പോൾ ഈ ആരാധനയിൽ സമർപ്പിക്കുന്ന നിയോഗങ്ങളുടെ
മേൽ, ലൈഫ് സ്ട്രീമിൽ പ്രാർത്ഥിക്കുന്നവരുടെ മേൽ കർത്താവായ ദൈവമേ, വിദേശ യാത്ര ആഗ്രഹിക്കുന്നവർ, അയർലൻഡിൽ പോരാൻ ആഗ്രഹിക്കുന്നവരുടെ മേൽ, ഇറ്റലി പോരാൻ ആഗ്രഹിക്കുന്നവരുടെ മേൽ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ.